നവകേരള സദസ്സിനെ ചൊല്ലിയുള്ള കോൺഗ്രസ് CPM പോര് തെരുവ് യുദ്ധമായി മാറുന്നു. കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ പോലീസും ഡിവൈഎഫ്ഐക്കാരും മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചുകൾ സംഘർഷഭരിതമായി. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമത്തിൽ കലാശിച്ചു. പോലീസിനെ കല്ലും കമ്പും കൊണ്ട് ആക്രമിച്ച പ്രവർത്തകർ 4 പോലീസ് വാഹനങ്ങൾ തകർത്തു. കല്യാശ്ശേരി മുതൽ കിട്ടിയ തല്ല് എണ്ണി തിരിച്ചു കൊടുക്കുമെന്ന് VD സതീശൻ പ്രഖ്യാപിച്ചു. അത് ഞങ്ങൾക്കും അറിയാമെന്ന് EP ജയരാജൻ തിരിച്ചടിച്ചു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. കേരളം സംഘർഷഭരിതമാകുന്നു. തല്ലി തീർക്കുമോ കോൺഗ്രസ്? സമരം തെരുവ് യുദ്ധമായതെങ്ങനെ? ഇനി എണ്ണി അടിയോ? ഈ ചർച്ചയിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ്, ശ്രീ SK സജീഷ് CPM, ശ്രീ യുവരാജ് ഗോകുൽ BJP എന്നിവർ. ചെറിയ ഒരിടവേള, അതിനുശേഷം ചർച്ച. സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ, കൊല്ലത്ത് വെച്ച് ഞങ്ങൾ അഭിപ്രായം മാറ്റി, അടിച്ചാൽ തിരിച്ചടിക്കും, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞല്ലോ. സതീശൻ പത്രസമ്മേളനം നടത്തി എണ്ണി തിരിച്ചടിക്കാൻ പുറപ്പെടുമ്പോൾ സതീശ എണ്ണി കണക്ക് തീർക്കാൻ മറുഭാഗം ഉണ്ടാകും നോക്കിക്കോ. പോലീസുകാര് സന്ദീപിന്റെയും അതുപോലെ തന്നെ അനിൽകുമാറിന്റെയും ഓർഡർ വാങ്ങിയിട്ട്, ഇവിടുത്തെ DC ഓർഡർ വാങ്ങിയിട്ടല്ല, അനിൽകുമാറിന്റെയും സന്ദീപിന്റെയും ഓർഡർ വാങ്ങി എന്റെ സഹപ്രവർത്തകരെ തല്ലി, അവരെ ആശുപത്രിയിലാക്കാൻ പറഞ്ഞപ്പോൾ അവരെ വണ്ടിക്കകത്തിട്ട് തല്ലി. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാല. കോൺഗ്രസുകാർ കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ തല്ലിക്കൊണ്ടിട്ടുണ്ട്. ഡിവൈഎഫ്ഐക്കാർ തല്ലിയിട്ടുണ്ട്, ചെടിച്ചട്ടി വെച്ച് തല്ലിയിട്ടുണ്ട്, അതുപോലെ പോലീസുകാർ തല്ലിയിട്ടുണ്ട്. ശരിയാണ്. പക്ഷേ ആ രോഷം കോൺഗ്രസ്സുകാർക്കുണ്ടാവുക സ്വാഭാവികവുമാണ്. ആ രോഷം മുഴുവൻ ഈ പാവപ്പെട്ട തിരുവനന്തപുരത്തെ പോലീസുകാരുടെ നേരെ തീർത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ നമുക്കറിയാം, ഈ നവകേരള യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചത് കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ്. ഈ മാസം 24-ാം തീയതിയാണ് അത് അവസാനിക്കുന്നത്. നവകേരള യാത്രയിൽ പറയാനുള്ളതൊക്കെ സർക്കാർ സംവിധാനം പരിപൂർണമായും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഒരു പരാതി പോലും സ്വീകരിക്കാതെ അവർ നവകേരള യാത്രയുമായി മുന്നോട്ട് വരുന്നു. പക്ഷേ ഞങ്ങളതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഈ നവകേരള യാത്രയിൽ നിന്നും UDF വിട്ടുനിൽക്കാരുടെ സാഹചര്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കുവാൻ വേണ്ടി ഞങ്ങളും സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കുറ്റവിചാരണ സദസ്സ് എന്ന പേരിൽ 140 നിയമമണ്ഡലങ്ങളിലും ഞങ്ങളും പരിപാടി സംഘടിപ്പിക്കുന്നു. അപ്പോൾ അത് രാഷ്ട്രീയമായ രണ്ട് ഭാഗത്തു നിന്നുകൊണ്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കാൻ വേണ്ടി അങ്ങനെ തീരുമാനമെടുത്ത് പിരിഞ്ഞ് നവകേരള യാത്ര കാസർഗോഡ് ജില്ല കഴിഞ്ഞ് കണ്ണൂർ ജില്ലയിൽ കടക്കുന്നത് വരെ ഒരു അക്രമ സംഭവവും ഉണ്ടായിരുന്നില്ല. എന്നാൽ കല്യാശ്ശേരിയിലെത്തിയപ്പോൾ അകാരണമായി യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലെടുക്കുകയും അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അതിനെ യൂത്ത് കോൺഗ്രസ്സുകാർ ചോദ്യം ചെയ്ത് കരിങ്കൊടി കാണിച്ചപ്പോഴാണ് വിവാദമായ സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു. ഏതാണ്? ആ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ DYFI പ്രവർത്തകർ അവർ നേരിട്ടത് ചെടിച്ചട്ടി ഉപയോഗിച്ചും അതുപോലെ തന്നെ ഹെൽമെറ്റ് ഉപയോഗിച്ചുമാണ്. അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ നേരിട്ടപ്പോൾ അന്ന് തീരുമാനിരുന്നല്ലോ അഭിലാഷ വിഷയം. തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിച്ചു, എന്തിനാണ് DYFI SFI പ്രവർത്തകർ ഈ കരിങ്കൊടി കാണിച്ച കരിങ്കൊടി പ്രതിഷേധം കേരളത്തിൽ നിരോധിച്ചിട്ടില്ല, അത് സാമാന്യമായും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രതിഷേധ മാർഗ്ഗമാണ്. ആ ഒരു പ്രതിഷേധ മാർഗ്ഗത്തെ ഇങ്ങനെ SFIയും DYFIയും ഇങ്ങനെ കായികമായി നേടുന്നത്, പ്രത്യേകിച്ച് പൂച്ചട്ടി ഉപയോഗിച്ചും ഹെൽമെറ്റ് ഉപയോഗിച്ചും തല്ലി തകർക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നും അത് ഒരു ജീവൻ രക്ഷാ മാർഗമായിരുന്നുവെന്നും അത് തുടരേണ്ടതുണ്ട് എന്നും അത് മാതൃകാപരമാണ് എന്നും കേരളീയ സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്, അല്ലേ? അപ്പോൾ അതിനുശേഷം തുടർന്ന് വീണ്ടും ചോദിക്കുന്നു, തൊട്ടടുത്ത ദിവസവും ചോദിക്കുന്നു, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടത് ഇത്രയുമാണ്, ഞാൻ കണ്ടത് മാത്രമേ വിശ്വസിക്കൂ എന്ന പുതിയ സിദ്ധാന്തവുമായി മുഖ്യമന്ത്രി വരുന്നു. തുടർന്ന് സ്വാഭാവികമാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടുത്ത സ്ഥലങ്ങളിലും ഒക്കെ കരിങ്കൊടി കാണിച്ചു. അവിടെയൊക്കെ പോലീസിനെ ഉപയോഗിച്ചും അതുപോലെ തന്നെ DYFI SFI പ്രവർത്തകരും ക്രൂരമായി ഓരോ സ്ഥലത്തും അവരെ അടിച്ചു. പെരുമ്പാവൂരിലെത്തിയപ്പോൾ പെരുമ്പാവൂർ MLA തന്നെ കയ്യേറ്റം ചെയ്തു. ആലപ്പുഴയിലെത്തിയപ്പോൾ ആലപ്പുഴയിൽ 2 ചെറുപ്പക്കാർ, ഒരാൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി, ഒരാൾ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ്, ആ 2 ചെറുപ്പക്കാർ കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ മാത്രം അവരെ അപ്പോൾ തന്നെ ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഒരു കടവരാന്തയിലേക്ക് മാറ്റി നിർത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ, മുഖ്യമന്ത്രിയോടൊപ്പം സദാ ഉണ്ടാകേണ്ട മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മുഖ്യമന്ത്രിയോടൊപ്പം ഇല്ല, മുഖ്യമന്ത്രിയുടെ വാഹനത്തിലില്ല. എന്നാൽ പിറകെ വരുന്ന വാഹനത്തിൽ വന്നിട്ട് ലാത്തിയല്ല, RSSകാർ ഉപയോഗിക്കുന്ന ദണ്ട്, ആ ദണ്ട് ഉപയോഗിച്ചുകൊണ്ട് 2 കൈയും കൂട്ടിപ്പിടിച്ച് ഈ ചെറുപ്പക്കാരുടെ തലയ്ക്കടിക്കുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് ഓശാന പാടാൻ കൂടെ ആക്രമിക്കാൻ വേണ്ടിയുള്ളത് കമാൻഡോസ് എന്ന പേരിലുള്ള സന്ദീപ് ഉൾപ്പെടെയുള്ള ഏതാനും പ്രവർത്തകരെയും കണ്ടു, ക്രിമിനൽസിനെയും നമ്മൾ കണ്ടു. അവിടെയും മാധ്യമങ്ങൾ ചോദിച്ചു, ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇത് ചെയ്തത് ശരിയായോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുകയാണ് അവരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് കേരളീയ സമൂഹത്തെ വീണ്ടും അവഹേളിക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനുശേഷം അവിടെ തന്നെ KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ MJ ജോബിൻ്റെ വീട് അടിച്ചു തകർത്തു. അപ്പോൾ
കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നവരെ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ പോലീസും മുഖ്യമന്ത്രിയുടെ ഗൺമാനും കമാൻഡോസ് എന്ന പേരിൽ പിന്നെ യൂണിഫോമിൽ വരുന്ന ക്രിമിനൽസും ചേർന്ന് നിരന്തരമായി ആക്രമിച്ചപ്പോഴാണ് പ്രതികരിക്കേണ്ടി വന്നത്. ആ പ്രതികരണം കൊല്ലത്തുണ്ടായി. ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി ഏറ്റുമുട്ടലുണ്ടായി. ഡിവൈഎഫ്ഐ പ്രവർത്തകർ തിരിഞ്ഞുവിടുന്ന സാഹചര്യമുണ്ടായി. ഇന്നിപ്പോൾ പ്രഖ്യാപിതമായി യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തി. കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്കും ഇന്ന് KPCCയുടെ നിർദ്ദേശപ്രകാരം മാർച്ച് നടത്തി. പല സ്ഥലത്തും സംഘർഷമുണ്ടായതുകൊണ്ട് സ്വാഭാവികമാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നതുപോലെ ഞങ്ങൾക്ക് തിരിച്ച് പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർ പോലീസുകാരുമായിട്ട് ഏറ്റുമുട്ടി, സ്വാഭാവികമാണ്. പോലീസുകാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ അടിച്ചിട്ടുള്ളത്. അതും ഈ ഞാൻ ചോദിക്കട്ടെ, ഞാൻ അപ്പോൾ അതിനകത്ത് ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചൊന്ന് അടിക്കാൻ കൈവക്കിയത് പോലും. ആയിക്കോട്ടെ അഭിലാഷേ, ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ കല്യാശ്ശേരിയിലുണ്ടായ ഇൻസിഡൻറ്റും ആലപ്പുഴയിലുണ്ടായ ഇൻസിഡൻറ്റിനെയും യാഥാർത്ഥ്യബോധത്തോട് മുഖ്യമന്ത്രി കണ്ട് അതിനോട് പ്രതികരിച്ചിരുന്നെങ്കിൽ, കല്യാശ്ശേരിയിൽ ഉണ്ടായപ്പോൾ തന്നെ പറയാമായിരുന്നല്ലോ മുഖ്യമന്ത്രിക്ക്, അങ്ങനെ ഡിവൈഎഫ്ഐയുടെയോ SFIയുടെയോ പ്രവർത്തകർ ഇങ്ങനെ ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട യാത്രയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകേണ്ടതില്ല, ഇവിടെ പോലീസ് ഉണ്ട് നോക്കാൻ, അവർ കരിങ്കൊടി പ്രകടനം നടത്തിയെങ്കിൽ അല്ലെങ്കിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തിയെങ്കിൽ അത് ന്യായമാണ്, അവർ നടത്തിക്കോട്ടെ, അവർക്ക് അതിനുള്ള അവകാശമുണ്ട്, അത് ജനാധിപത്യത്തിൽ അംഗീകരിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഇടപെടലുകൾ പാർട്ടിയിൽ നിന്നുണ്ടാകേണ്ടതില്ല, അത് നോക്കാൻ എൻ്റെ പോലീസുണ്ട്, ഞാൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ്, എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്, പോലീസിനെ കൊണ്ടത് കഴിയും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ തീരുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരിക്കൽ മാത്രമല്ല, മുഖ്യമന്ത്രി എന്താ പറയുന്നത്, മുഴുവൻ ധിക്കാരവും ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് കേരളീയ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് വീണ്ടും ആലപ്പുഴയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് ആവർത്തിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മറ്റു മാർഗ്ഗങ്ങളില്ല, ഞങ്ങൾക്കും ചെറുത്തു നിന്നേ മതിയാവൂ എന്ന പിന്നെ ആ ചെറുപ്പക്കാർ തീരുമാനിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവുമോ? ശരി, അതാണ് കോൺഗ്രസിന്റെ പോയിന്റ്. ശ്രീ SK സജീഷ്, നോക്കൂ, ഇപ്പോൾ കരിങ്കൊടി പ്രതിഷേധം കേരളത്തിൽ വളരെ സാധാരണമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. ഇപ്പോൾ തന്നെ നോക്കൂ, ഗവർണറെ എവിടെയെല്ലാം വെച്ച് SFI DYFI പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്നു. അത് ജനാധിപത്യപരമായ അവകാശമാണ്. എന്ത് കാരണത്താലാകട്ടെ ഈ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന ആളുകൾ അവർ പരിധി വിട്ടാൽ പോലീസ് ഇടപെടുക, അവരെ നീക്കുക എന്നുള്ളതിനപ്പുറത്ത് അവരെ കായികമായി മർദ്ദിച്ച് ശരിയാക്കി കളയുക എന്ന സമീപനം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൂച്ചട്ടി വെച്ച്, ഹെൽമെറ്റ് വെച്ച്, വലിയ ദണ്ഡ വെച്ചൊക്കെ ഇവരെ മൃഗീയമായി തല്ലുന്നത്, അത് പോലീസുകാർ മാത്രമല്ല DYFIക്കാർ തല്ലുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു കൾമിനേഷനാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പറയുന്നത് ഞങ്ങളുടെ കൊല്ലം വരെ ശ്രമിച്ചു, കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ ക്ഷമിച്ചു, ഒരു കടലാസ് കഷ്ണം പോലും തിരിച്ചറിയരുത് എന്നായിരുന്നു തീരുമാനം. ആ തീരുമാനം മാറ്റുകയാണ്. ഇനി തല്ലുകൊള്ളാനില്ല, തിരിച്ചും തല്ലും. ഇതൊരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. ശ്രീ അഭിലാഷ്, ഇന്ന് കേരളത്തിൽ എന്താണ് നടന്നത് എന്ന് എല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2 മണിക്കൂറിലധികം കേരളത്തിലെ പോലീസ് ഒരു കാലത്തുമില്ലാത്ത അങ്ങേയറ്റത്തെ സംയമനം പാലിച്ചു. പോലീസിനെ അതിരൂക്ഷമായി ആക്രമിച്ചു. എന്നിട്ടൊന്നുപോലും പോലീസ് ഒരു തരത്തിലുള്ള നിലപാടും സ്വീകരിച്ചില്ല. ഒരു ലാത്തി ചാർജ് പോലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. മുമ്പൊക്കെ ഈ പറയുന്ന വിടുവായത്തരം പറയുന്ന ആളുകൾ അവർ UDFൻ്റെ കാലമൊക്കെ അങ്ങ് മറന്നു പോവുകയാണ്. SFIയും DYFIയും എല്ലാം UDFൻ്റെ കാലത്ത് അവകാശ സമരങ്ങൾ നടത്തുമ്പോൾ ആ സമരത്തെ ഇവരെങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തത്? പ്രകടനം എത്തുന്നതിന് മുമ്പേ പ്രകടനക്കാരെ സ്വീകരിച്ചത് ഗ്രനേഡുകളായിരുന്നു. ഗ്രനേഡുകൾ എറിഞ്ഞ് എത്ര വിദ്യാർത്ഥികൾക്ക് അതിഗുരുതരമായ പരിക്ക് കേരളത്തിൽ പറ്റിയിട്ടുണ്ട് എന്ന് മാധ്യമപ്രവർത്തകനായ ശ്രീ അഭിലാഷിന് ചിലപ്പോൾ നല്ലവണ്ണം അറിയാമായിരിക്കും. SFIയുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സിന്ധു ജോയിയുടെ കാലുൾപ്പെടെ ഗ്രനേഡിൽ തകർന്നുപോയത് നമുക്ക് ഓർമ്മയില്ലേ? എത്ര ആളുകൾക്ക് അതിഭീകരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികളുടെ ഗുഹ്യഭാഗത്ത് ഇലക്ട്രിക് ലാത്തി പ്രയോഗിച്ചത് UDFൻ്റെ ഭരണകാലത്തല്ലേ? കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഏറ്റവും മൃഗീയമായ, ഒരു കാലഘട്ടത്തിലുമില്ലാത്ത, ഇന്ത്യയിൽ ഒരിടത്തും ആ പോലീസ് നടത്തിയിട്ടില്ലാത്ത ഏറ്റവും മൃഗീയമായ പ്രവർത്തനം ഇവരുടെ കാലത്തല്ലായിരുന്നു. അതുപോലെ തന്നെ എന്തെല്ലാം, നിർമ്മൽ മാധവൻ എന്ന് പറയുന്നൊരു വ്യാജനെ കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശിപ്പിച്ചപ്പോൾ, ഉമ്മൻചാണ്ടി അതിന് നേതൃത്വം കൊടുത്തപ്പോൾ, അതിന് സമരത്തിന് നേതൃത്വം നൽകിയ ആളുകൾക്ക് നേരെ രാധാകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പിസ്റ്റൾ എടുത്ത് വെടിവെക്കുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പരിക്ക് പറ്റിയവർ, ഭീകരമായ പരിക്ക് പറ്റിയവർ, എന്തെല്ലാം ആക്രമണങ്ങളായിരുന്നു ഇവർ കാട്ടിക്കൂട്ടിയത്? ഉമ്മൻചാണ്ടിക്ക് നേരെ കരിങ്കൊടി കാണിച്ചു എന്നതിൻ്റെ പേരിലല്ലേ ഒരു ചെറുപ്പക്കാരൻ്റെ ജനനേന്ദ്രിയം പോലീസ് തകർത്തത്? അതെല്ലാം നമ്മുടെ മുന്നിലല്ലേ? ഇതൊക്കെ കാലത്തിൻ്റെ കടന്നു പോകൽ, അങ്ങ് ഇല്ലാതായി പോകും എന്നാണോ ഇവർ കരുതിയത്? എന്താണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രശ്നം? ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പുതുതായി ചുമതലയേറ്റ അതിൻ്റെ പ്രസിഡന്റ്, ആ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഏതാണ്ട് ജയിലിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ 2 ലക്ഷത്തിലധികം വ്യാജ ഇലക്ഷൻ ID നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട്.
അതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അന്വേഷണം കഴിഞ്ഞ ദിവസം ആ കേസിൻ്റെ ഭാഗമായി ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണ്? പഴയ ജൂനിയർ മാൻഡ്രേക്ക് സിനിമയിലെ പോലെയാണ്. ജഗതി ശ്രീകുമാറിൻ്റെ കഥാപാത്രം റോഡിൽ പാവിരിച്ച് കിടക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ലോക്കപ്പിലെത്താൻ വേണ്ടി. അതായത് വ്യാജ ID കാർഡ് വിഷയത്തിൽ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റേതെങ്കിലും രീതിയിൽ അതിനകത്ത് കയറിപ്പറ്റി ഈ കാരണം കൊണ്ടാണ് എത്തിയത് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമോ, കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ കെ സുധാകരൻ, അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരന് പോലും, മതനിരപേക്ഷവാദിയായ ഒരു കോൺഗ്രസ്സുകാരന് പോലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ RSSനെയും BJPയെയും ഗവർണറെയും ന്യായീകരിക്കുന്നു. നല്ല പുള്ളികളാണ് RSSകാരും BJPക്കാരും എന്നെല്ലാം അദ്ദേഹം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അദ്ദേഹം പറയുന്നതിൽ അത്ഭുതപ്പെടാനില്ല. എനിക്ക് തോന്നിയാൽ ഞാനങ്ങ് BJPയിൽ പോകുമെന്നും അതുപോലെ തന്നെ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇപ്പോൾ കേരളത്തിലുണ്ട് എന്നും RSSും കോൺഗ്രസുമായി കേരളത്തിൽ എവിടെയും ഒരു പ്രശ്നവുമില്ല എന്നും അതുപോലെ തന്നെ ശാഖയ്ക്ക് കാവൽ നിന്നാണ് എന്നെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ള ആളായതുകൊണ്ട് ചിലപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അത്ഭുതം ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ രാജ്യമാകെ സംഘപരിവാരത്തിനെതിരായി പോരാടുകയാണ്. ആ ഘട്ടത്തിലാണ് കേരളത്തിലെ KPCC പ്രസിഡന്റ് ഈ നിലപാട് സ്വീകരിക്കുന്നത്. UDFന്റെ കൺവീനർക്ക് പോലും തിരുത്തി പറയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് അത് മാറുന്നു. ഇതിനെയെല്ലാം മറികടക്കാനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ഉയർന്നു വരേണ്ട ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് 143 MPമാരെ പുറത്താക്കി. ഇന്നും കേരളത്തിലെ 2 MPമാരെ പാർലമെന്റിനകത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തോട് കേരളമാകെ, രാജ്യമാകെ ഒരുമിച്ച് നിന്ന് BJPയുടെ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരായി പോരാടേണ്ട ഒരു സമയമല്ലേ ഇത്? ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇന്ത്യ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഈ ജനാധിപത്യ ദംശനത്തിനെതിരായി ഒരൊറ്റ അക്ഷരം ഇടാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടോ? അപ്പോൾ BJPക്ക് എതിരായുള്ള വർത്തമാനങ്ങൾ വരാതിരിക്കാൻ, അതിനനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന KPCC പ്രസിഡന്റിനെ സംരക്ഷിക്കാൻ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജയിലിലേക്ക് പോകാൻ വേണ്ടി പോകുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളെയും കൂട്ടരെയും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പ്രശ്നങ്ങളാകെ നടത്തിയത്? പോലീസിനെ ആക്രമിച്ചു. പല്ലുവരെ പോയി. എന്നിട്ടും പോലീസ് ലാത്തിച്ചാർജിന് തയ്യാറായിട്ടില്ല. ഇതെല്ലാം നമ്മൾ കണ്ട കാര്യമാണ്. കല്യാശ്ശേരി മുതൽ ഇങ്ങോട്ട് ഒരുപാട് ഇൻസിഡന്റ് ഇവിടെ നടന്നു. അതൊന്നും ഈ പറഞ്ഞ പശ്ചാത്തലത്തിലല്ലല്ലോ. MPമാരെ പുറത്താക്കിയതോ അതല്ലെങ്കിൽ കെ സുധാകരൻ നടത്തിയ പ്രസ്താവന, അതൊക്കെ വേറെ വേറെ രാഷ്ട്രീയ വിഷയങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നേരത്തെ നടന്ന കാര്യമാണ്. നേരത്തെ SFIയും DYFIയും സമരം ചെയ്തപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. പോലീസല്ലേ, അല്ലാതെ അന്ന് INTUCക്കാരോ പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരോ SFIക്കാരെയോ DYFIക്കാരെയോ ഇതുപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയെയോ ആന്റണിയോ കരിങ്കൊടി കാണിക്കാൻ പോയതിന് എൻ്റെ ഓർമ്മയിലില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് സ്വന്തം പാർട്ടിക്കാർ ഈ തരത്തിലുള്ള സംരക്ഷണം കൊടുക്കുന്നു. ഓർമ്മ വെക്കണം, ഉമ്മൻചാണ്ടിയെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ അതിക്രൂരമായി കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ INTUCയുടെ ഗുണ്ടകളും ചതച്ച വിഷ്വൽ ചിലപ്പോൾ അഭിലാഷിന് കാണാം. ഓർമ്മയിൽ നിന്ന് വിട്ടുപോയതാണ്, താങ്കളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അതെല്ലാം കേരളത്തിലുണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു സമീപനമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ അത്തരത്തിലൊന്നും തീരുമാനിച്ചിട്ടുമില്ല. അങ്ങനെ DYFI ഒക്കെ തീരുമാനിക്കുകയാണെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസ് അനിസ്പ്രയുടെ പരസ്യം പോലെ ആയി പോവില്ലേ? പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നായി പോവില്ലേ? അതായിരിക്കില്ലേ അവസ്ഥ? എങ്ങനെയാണ് രീതി എന്താണ്, അതിന്റെ മൊബിലൈസേഷൻ കപ്പാസിറ്റി എന്താണ് എന്നൊക്കെ കേരളീയ സമൂഹത്തിന് അറിയാം. ആള് മാറിപ്പോയി. ശരി, ഓക്കെ, നമുക്ക് അതെ അങ്ങനെ തന്നെയാ. അങ്ങനെ അടിച്ചാൽ തിരിച്ചടിക്കും. അങ്ങനെ കിട്ടിയാ പോകുന്ന ആളൊന്നുമല്ല. അതൊക്കെ കൈ വെച്ചിരുന്നാ മതി. മനസ്സിലായില്ലേ? അത് സജീഷായാലും ശരി തന്നെ. അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുക. ചെയ്യേണ്ടി വന്നാൽ ചെയ്യുക. അടിക്കേണ്ടി വന്നാൽ അടിക്കും. ഈ വിരട്ടലൊക്കെ കൈ വെച്ചിരുന്നാൽ മതി. അടിക്കേണ്ടി വന്നാൽ അടിക്കും. പരസ്യമായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പരസ്യമായി പറഞ്ഞിരിക്കുന്നു, അടിക്കേണ്ടി വന്നാൽ അടിക്കും. അടിക്കുക തന്നെ ചെയ്യും സജീഷെ. അതിന് സജീഷായാലും ആരായാലും അടിക്കേണ്ടി വന്നാൽ ജനുവരി 20-ാം തീയതി കേരളത്തിന്റെ പാതയോര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ DYFI എന്ന മഹത്തായ പ്രസ്ഥാനം കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കും അതുപോലെ നിലപാടുകൾക്കെതിരായും ഇനി അങ്ങനെ എന്തെങ്കിലും സംസാരത്തിന് പോലും അവസരം തരില്ല ഞങ്ങൾ. ശരി, അല്ല, ഇത് എന്തായാലും വളരെ നേർക്കുനേർ പോരിലാണ് കോൺഗ്രസും
നിങ്ങളെന്താ മൂക്കി കയറ്റി ആ മൂക്കിലല്ല നിന്നെയൊക്കെ പൊടിച്ചുകളെ ഒരു തർക്കം വേണ്ട. ഇതൊരു സംവാദമല്ലേ, നമുക്ക് അത്തരത്തിലുള്ള പിന്നെ ഭീഷണിപ്പെടുത്തുന്നത് കേട്ടിട്ടാണോ സജീഷ് ഇങ്ങോട്ട് സജീഷ് അതൊക്കെ കൈ വെച്ചിരുന്നാ മതി, അതൊക്കെ എട്ടായിട്ട് മടക്കി പോക്കറ്റ് വെച്ചിരുന്നാ മതി. മനസ്സിലല്ലേ? വേറെ പണി നോക്ക്. കേരളം ഇവിടെ പോലീസിന്റെയും മുഖ്യമന്ത്രിയുടെയും പിന്തുണ എല്ലാവരും ഇറങ്ങുക. ശരി 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 ഗംഭീരമായിട്ടുണ്ട്, ഗംഭീരം. ശരി ശരി. അല്ല, ഇപ്പോ നിങ്ങൾ പ്രിയപ്പെട്ട ജ്യോതികുമാർ, ഒരു പ്രിയവും വേണ്ട, നിങ്ങളുടെ ഒന്നും പ്രിയവും വേണ്ട. ഞങ്ങൾക്ക് നേരെ കൈ ഓങ്ങിയാൽ കൈ ഞങ്ങൾ കൈകാര്യം ചെയ്തിരിക്കും. തർക്കവും വേണ്ട, അത് ഭീഷണിയാ. 10,000 അണിനിരത്തുകൊണ്ട് ഞങ്ങൾ ഉയർത്തേണ്ട പ്രതിഷേധങ്ങൾ ഉയർത്തും, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടും. നിങ്ങളെ പോലെ അല്ല ഞങ്ങൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഡിവൈഎഫ്ഐ എന്താണെന്ന് അറിയാമെങ്കിൽ അടുത്ത ജനുവരി 20-ാം തീയതി കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല തീർക്കും ഡിവൈഎഫ്ഐ. ഒരു പഞ്ചായത്ത് സംഘടിപ്പിക്കാനുള്ള ശേഷി ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിനില്ല. യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും തമ്മിലുള്ള വ്യത്യാസം അല്ല, അങ്ങനെ ഡിവൈഎഫ്ഐ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട്. പരസ്പരം വെല്ലുവിളിക്കണ്ട നമുക്ക് എവിടെ തുടങ്ങിയത്? ശരി 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 ശരി, അത് അവസാനിപ്പിക്കാം. യൂത്ത് കോൺഗ്രസ് അങ്ങ് ഇല്ലാതായി പോകുന്നത് പറഞ്ഞാൽ അത് വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി പറഞ്ഞാൽ അത് വെല്ലുവിളിയാണ്. അത് കൈ വെച്ചില്ല, അത് എട്ടായിട്ട് മടക്കി പോകാൻ വെച്ചിരുന്നാൽ മതി. കൽപ്പിക്കുന്നു, അതിലപ്പുറത്തേക്ക് അതെ അതെ അതെ, അതൊക്കെ തോന്നുന്നു. കൈ വെച്ചിരുന്നാൽ മതി. സംവാദമല്ലേ, നിങ്ങൾ പരസ്പരം സജീഷ് പറയുന്ന സ്ഥലത്തോട്ട് ഞാൻ വരാം. സജീഷ് വെല്ലുവിളി ഞാൻ എടുക്കുന്നു. എവിടെ വരണ്ട പറയും, ഞാൻ വരാം. കളയോ അല്ലല്ലോ ഞങ്ങളുടെ രീതി, ഞങ്ങളുടെ ഗുണ്ടായിസത്തിന്റെ പെർഫോമൻസ് നടത്തേണ്ട സ്ഥലം അല്ലല്ലോ ഇത്. പിണറായി വിജയനോടും പിണറായി വിജയന്റെ ഗൺമാനോടും പറയണം ഗുണ്ടായിസം, അധികാരത്തിന്റെ പേരും വെച്ചുള്ള ഗുണ്ടായിസം കാണിക്കരുതെന്ന്. മനസ്സിലായില്ലേ? പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ ഗൺമാനോടും അദ്ദേഹത്തിന്റെ കമാൻഡോസിനോടും പറയണം. ഗുണ്ടായിസം നടത്തില്ലേ? അനിൽകുമാർ നടത്തിയ ഗുണ്ടായിസമല്ലേ? സന്ദീപ് നടത്തിയ ഗുണ്ടായിസമല്ലേ? എന്നിട്ട് ഒരു പാവം ചെറുപ്പക്കാരനെ വെടിവെച്ചു വന്നത് പഴയ കഥകളൊക്കെ ഒരുപാട് പറയാനുണ്ട്. പഴയ കഥ ഒരുപാട് പറയാനുണ്ട്. ഇവിടെ ചോദിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ കമാൻഡോ സന്ദീപ് ഉൾപ്പെടെയുള്ളവർ യൂത്ത് കോൺഗ്രസ്സുകാരെ കൈകാര്യം ചെയ്താൽ തിരിച്ചു ചെയ്യും. ശരി ശരി ശരി, നമുക്ക് വെല്ലുവിളികളും വാഗ്വാദങ്ങളും അവസാനിപ്പിക്കാം. വെല്ലുവിളികളും വാഗ്വാദങ്ങളും അവസാനിപ്പിക്കാം. ചരിത്രത്തിൽ ആദ്യമായി തീവ്രവാദികളല്ലാതെ വിമാനം റാഞ്ചിയ ഒരേ ഒരു തീവ്രവാദ പ്രസ്ഥാനം ഇന്ത്യൻ പറയേണ്ടി വരും സജീഷേ. ഞാൻ കൂടുതൽ പറയണോ? ക്വിറ്റിന്റെ സമരത്തെ മനസ്സിലായില്ലേ? പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഇങ്ങോട്ട് ഭീഷണി വേണ്ട. ഇങ്ങോട്ട് ഭീഷണി വേണ്ട. ഭീഷണി ഉണ്ടെങ്കിൽ തിരിച്ചു രണ്ടുപേരും പരസ്പര വാഗ്വാദത്തിലേക്ക് പോകണ്ട. ഞങ്ങൾ അങ്ങനെ ഭീഷണിപ്പെടുത്താറില്ല. താങ്കളുടെ വാചകത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ഞങ്ങൾക്ക് 10,000 അണിനിരത്താനുള്ള ശേഷിയുണ്ട്. ഇതുപോലെ നിങ്ങളുടെ വലിയ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുപോലെ ഒരു മനുഷ്യച്ചങ്ങല നടത്തിയിരുന്നു. ആ മനുഷ്യച്ചങ്ങലയിൽ ലക്ഷങ്ങൾ പങ്കെടുത്തു. അതിനുശേഷം വോട്ടെണ്ണി, അന്ന് വോട്ടെണ്ണുമ്പോഴും 19 തോറ്റുപോയി. ശരി ശരി ശരി, അല്ല ഇനി പരസ്പര വാഗ്വാദം വേണ്ട. ശ്രീ യുവരാജ്, പരസ്പര വാഗ്വാദം വേണ്ട. പൈസ കൊടുക്കാനില്ലാത്ത സജീഷ് ഗ്ലോബലൈസേഷനെ കുറിച്ച് സാമ്പത്തിക പറയണ്ട. ഇവിടെ ഉച്ചക്കഞ്ഞിക്ക് പൈസ കൊടുക്കാനില്ല ഈ സംസ്ഥാനത്തല്ലേ? എന്നിട്ട് നടത്തുക നവകേരളം എന്നും പറഞ്ഞിട്ട്. വാഗ്വാദം ഈ കേരളത്തിന്റെ ദയനീയാവസ്ഥ സദസ്സിലൊക്കെ 10,000 വരുന്നത്. 10,000 കണ്ണ് തള്ളിയിട്ട് മുഖ്യമന്ത്രി എല്ലാ ദിവസവും പറയുന്നുണ്ട് അഭൂതപൂർവമായ തിരക്കാണെന്ന് നവകേരള സദസ്സിൽ. നമുക്ക് കാണാം, കാണാം, ജനകീയ കോടതിയിൽ കാണാം. അഭൂതപൂർവമായ തിരക്കാണ് എല്ലാ ദിവസവും രാവിലെ. സ്വിച്ച് ഓഫ് അഭൂതപൂർവമായ തിരക്കാണ് മുഖ്യമന്ത്രിക്ക് എല്ലാ ദിവസവും. അഭൂതപൂർവമായ തിരക്കാണ് എത്തിക്കൊണ്ടിരിക്കുക. അതെ 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 അതെ. ആ ആളുകൾ തിരിച്ചു പോകുന്ന ആ ആളുകൾ കൊടുക്കുന്ന പരാതി, സജീഷ് എങ്ങോട്ടാ അയച്ചു കൊടുക്കുന്നത്? ആ ആളുകൾ കൊടുത്ത പരാതി എങ്ങോട്ടാ പോയത്?
സെക്രട്ടറിമാർ പങ്കെടുത്തു. ആളുകൾ KSRTC ബസ്സുകൾ പറഞ്ഞാൽ ഉടനെ അയച്ചു വിടുന്ന കണ്ണൂർ കോർപ്പറേഷനിലേക്ക് എന്തിനായി ഞാൻ പറയുന്നത്? എന്ത് നവകേരള സദസ്സാ? ഒരു പരാതി മേടിച്ചോ സജീഷേ? ഒരു പരാതി മേടിച്ചോ? ഒരു പരാതി നേരിട്ട് മേടിച്ചോ? ഒരു പരാതി ഏതെങ്കിലും ഒരു മന്ത്രി നേരിട്ട് മേടിച്ചോ? ഇല്ലല്ലോ. പിന്നെ എന്ത് ജനകീയ സദസ്സ്, എന്ത് നവകേരള സദസ്സ്? ഒരു പരാതി ഏതെങ്കിലും ഒരു മന്ത്രി വാങ്ങുകയും പരാതിക്ക് പരിഹാരം ഉണ്ടാകുകയും കണ്ണൂരെ പരാതി എല്ലാം കോർപ്പറേഷനിലേക്ക് അയച്ചിട്ടുണ്ട്. കാലത്ത് അതെ അതെ ഇങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എല്ലാ കാര്യത്തിലും തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കിട്ടിയ പരാതികൾ ആ പരാതികളെല്ലാം വാരി കെട്ടി കണ്ണൂർ കോർപ്പറേഷനിലേക്ക് അയച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി കൊടുത്ത പരാതി, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ കൊടുത്ത പരാതി, ഇതെല്ലാം എങ്ങോട്ടാണ് കൊടുത്തേക്കുന്നത്? കണ്ണൂർ കോർപ്പറേഷനിലേക്ക് പരാതി പോയേക്കുന്നത്. നാണമില്ലല്ലോ നവകേരള യാത്ര കൊടുക്കണം. മനസ്സിലായില്ലേ? 7000 കോടിയിലധികം രൂപ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആകെ കൊടുത്തത് 800 കോടി. ആദ്യം ഉച്ചക്കഞ്ഞിക്ക് പൈസ കൊടുക്കാൻ പറയും. ആദ്യം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പറയും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് നമുക്ക് സംസാരിക്കാം. ഉച്ചക്കഞ്ഞിയുടെ പൈസ കൊടുത്തിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ നെല്ല് സംഭരിച്ചിട്ട് പൈസ കൊടുത്തിട്ട് വാ സംസാരിക്കാം. ആദിവാസി കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയതിന്റെ വണ്ടിക്കൂലി കൊടുത്തിട്ട് വാ സംസാരിക്കാം. ശരി 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 രണ്ടുപേരും ഒരുപാട് പറഞ്ഞല്ലോ. ഇനി ഞാനൊന്ന് ഇടപെടുകയാണ്. രണ്ടുപേരും ഞാൻ രണ്ടുപേർക്കും അവസരം അലോട്ട് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പണം സജീഷ, ഈ സംസ്ഥാന സർക്കാർ ഇതുവരെ കൊടുക്കേണ്ട പൈസ കൊടുത്തിട്ട് വന്ന് സംസാരിക്കുന്നത് സാമ്പത്തിക എല്ലാ വിഷയങ്ങളും പറയാം. സർക്കാരിന്റെ കണക്ക് ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞ കാര്യം ഞാൻ അവസരം തരാം. നിങ്ങളുടെ അവസരത്തിൽ സംസാരിച്ചാൽ അത് ജനങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ആരും ഒന്നും കേൾക്കില്ല. അതുകൊണ്ട് ക്രോസ് ടോക്ക് നമുക്ക് അവസാനിപ്പിക്കാം. ഇതവിടെ അവസാനിച്ചു. ശ്രീ യുവരാജ് ഗോകുൽ, നോക്കൂ, ഇപ്പോ CPM-ഉം കോൺഗ്രസും ലിറ്ററലി തെരുവ് യുദ്ധത്തിലാണ്. അക്ഷരാർത്ഥത്തിൽ അവർ പരസ്പരം ഏറ്റുമുട്ടുന്നു. ഇന്നിപ്പോ പ്രഖ്യാപിച്ചിരിക്കുന്നു VD സതീശൻ, ഇനിയിപ്പോ ഞങ്ങൾ സംയമനത്തിനില്ല, ഇങ്ങോട്ട് തല്ലിയാൽ തിരിച്ച് തല്ലും. യൂത്ത് കോൺഗ്രസ് അത് പ്രഖ്യാപിക്കുന്നു, തിരുവനന്തപുരത്ത് നടപ്പാക്കുന്നു. അങ്ങനെ കോൺഗ്രസും CPM-ഉം ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേർക്ക് നേർ പോരിലേക്ക് പോവുകയാണ്. അതിന്റെ വിഷയങ്ങൾ എന്ത് തന്നെയായാലും രാഷ്ട്രീയം അത്രയും കലുഷിതമാണ് കേരളത്തിൽ. BJP ഈ കാര്യത്തിൽ ഇതൊരു എന്താ പറയാ കയ്യാലപ്പുറത്തിരുന്ന് കളി കാണുന്ന മാനസികാവസ്ഥയിലാണോ? നിങ്ങളില്ലേ ഇതിൽ? കയ്യാലപ്പുറത്തിരുന്നൊന്നുമല്ലോ കളി കണ്ടുകൊണ്ടിരിക്കുന്നത്. കളിയുടെ നടുക്ക് ഇത്രയും കഴിഞ്ഞ ദിവസം വരെ BJP തന്നെയല്ലേ നിന്നിരുന്നത്. BJP-യുമായി ബന്ധപ്പെട്ട് തന്നെയല്ലേ നിങ്ങൾ ചർച്ച നടത്തിയിരുന്നത്. എന്തായിരുന്നാലും ശരി തന്നെയാണ് അഭിലാഷേ. ഈ സ്നേഹത്തിന്റെ കട കേരളത്തിൽ തുറന്നല്ലോ. വെറുപ്പിന്റെ ലോകത്ത് സ്നേഹത്തിന്റെ കട കേരളത്തിൽ തുറന്നതിന്റെ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണർ കോഴിക്കോട് മിഠായി തെരുവിലൂടെ ഇറങ്ങി നടക്കുകയും അദ്ദേഹം അവിടുന്ന് മധുരം കഴിക്കുകയും ഹൽവ കഴിക്കുകയൊക്കെ ചെയ്തതിനെ കുറിച്ചിട്ട് CPM-ന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് എന്തായിരുന്നു? കേരളത്തിന്റെ ക്രമസമാധാന നില വളരെ നല്ലതാണ് എന്ന് ഗവർണർ തന്നെ ലോകത്തിന് ബോധ്യപ്പെടുത്തിയെന്നാണ്. കേരളത്തിന്റെ ക്രമസമാധാന നില എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ കുറച്ചു നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. തല്ലും തിരിച്ചു തല്ലും, അടിക്കും ഇനി അടിക്കും, വണ്ടയടിച്ച് പൊട്ടിക്കും, ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ ചക്കളത്തിപ്പോര് അല്ലെങ്കിൽ ഈ പറയുന്ന തെരുവ് പോരാട്ടത്തിലേക്ക് ഈ സാധനത്തിനുള്ള വഴി തുറന്നു വെച്ചത് ദൗർഭാഗ്യവശാൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ എന്നല്ല, ലോകത്തെവിടെയും ഈ പറയുന്ന പോലത്തെ കരിങ്കൊടി പ്രതിഷേധങ്ങളാവട്ടെ, ജനാധിപത്യപരമായ രീതിയിൽ ഭരിക്കുന്ന വ്യക്തികൾ ആരാണോ അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരുകൾ ആരാണോ അവർക്കെതിരെ പ്രതിഷേധം നടത്തുക എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ അവകാശം തന്നെയാണ്. അത് ഒരിക്കലും ഭരിക്കുന്ന സർക്കാരിൻ്റെ ഔദാര്യമൊന്നുമല്ല അത്തരത്തിൽ പ്രതിഷേധം നടത്തുക എന്നുള്ളത്. ആ പ്രതിഷേധം നടത്തുമ്പോൾ ആ പ്രതിഷേധത്തിനെതിരായിട്ടുള്ള നടപടികൾ സർക്കാരുകൾക്ക് സ്വീകരിക്കാം, തീർച്ചയായിട്ടും സ്വീകരിക്കാം. അതിനാണ് പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത്. പോലീസിനെ നിർത്തി അതിനെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് അവർക്ക് വേണ്ടുന്ന പോലെ അവർക്ക് ആ സമയത്ത് എന്താണോ സാഹചര്യം അതിനനുസരിച്ച് കൈകാര്യം ചെയ്യാം. പക്ഷെ നമ്മളൊന്ന് ഓർക്കണം, ഈ കല്യാശ്ശേരി മുതൽ ഇങ്ങോട്ട് DYFIക്കാരെ ആരാണ് ഈ പറയുന്ന പോലെ വടിയും കൊടുത്ത് ഈ പറയുന്ന കരിങ്കൊടി കാണിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ പ്രവർത്തകരെ നേരിടാൻ വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുന്നത്? ആരാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്? ശരി, അവർ ഒരു തവണ ഇറങ്ങി തല്ലി, ചെടിച്ചട്ടി എടുത്തടിച്ചു, ഹെൽമെറ്റ് എടുത്തടിച്ചു, ആൾക്കാർക്ക് മാരകമായ മുറിവുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ ശ്രീ പിണറായി വിജയൻ? അദ്ദേഹമല്ലേ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത്? അദ്ദേഹം എന്തായിരുന്നു നിലപാടെടുക്കേണ്ടിയിരുന്നത്? അദ്ദേഹത്തിന് പറയാൻ അറിയില്ലായിരുന്നോ എൻ്റെ കീഴിൽ പോലീസുണ്ട്, പോലീസിന് അത് കൈകാര്യം ചെയ്യാൻ അറിയാം, അവർക്ക് അതിന് അവകാശമുണ്ടെന്ന് അദ്ദേഹത്തിന് പറയാൻ അറിയില്ലായിരുന്നോ? പകരം അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം ഈ നിമിഷം വരെയായിട്ടും, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെയായിട്ടും DYFI പ്രവർത്തകർ അതിനെതിരായിട്ട് ഇറങ്ങിയതിനെതിരെയോ അവരെ മാരകമായിട്ട് ശാരീരികമായി കൈകാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടതിനെതിരായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള നിലപാടെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം കൊല്ലത്ത് എത്തിയപ്പോൾ തന്നെ എന്തായിരുന്നു, DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റി അംഗം വൈശാഖ് അദ്ദേഹം ഒരു വടിയും എടുത്തുകൊണ്ട് പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസ്സുകാരെയാണെന്ന് തോന്നുന്നു, തല്ലാൻ പോകുന്ന ഒരു ചിത്രം ഇന്നത്തെ ഒരു പ്രമുഖ പത്രത്തിലുണ്ട്.
ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി അംഗമാണ്, ഒരു വടി എടുത്തുകൊണ്ട് തല്ലാൻ പോവുകയാണ്. അയാൾക്കെതിരെ കേസെടുത്തോ? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ തല്ലാൻ ഇറങ്ങിയിരിക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരായിട്ട് എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്? അവർക്കെതിരെ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്? അവർക്കെതിരെ എന്ത് കേസാണ് എടുത്തിരിക്കുന്നത്? എന്ത് വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്? ഒരു കേസും നാളിതുവരെ എടുത്തതായിട്ട് നമ്മുടെ ആരുടെ അറിവിലില്ല. അപ്പോൾ ഇവർക്ക് ആരാണ് നിയമം കയ്യിലെടുക്കാൻ അവകാശം കൊടുത്തിരിക്കുന്നത്? പോലീസുകാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവർ വടിയെടുത്തുകൊണ്ട് തല്ലുകയാണ്. കഴിഞ്ഞ ദിവസം യുവമോർച്ചക്കാരെ തല്ലാൻ വന്നു കൊല്ലത്ത്, അവരുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് തിരിച്ചു കിട്ടിയപ്പോൾ അതുവഴി പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനം തിരിച്ച് പ്രതികരിക്കുവാൻ വേണ്ടിയിട്ട് അവരേത് രീതിയിലാണോ ഇങ്ങോട്ട് വരുന്നത് അതേ രീതിയിൽ അവരെ തിരിച്ച് പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് ജനം തയ്യാറാകുന്ന സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? ഈ പറയുന്ന രീതിയിൽ നാട്ടിലെ ക്രമസമാധാനം രാഷ്ട്രീയ കക്ഷികൾ കയ്യിലെടുക്കുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? മുഖ്യമന്ത്രിയാണ്, മറ്റാരുമല്ല. അദ്ദേഹത്തിന് ആദ്യത്തെ ദിവസം ഇതിന് ഫുൾ സ്റ്റോപ്പ് ഇടാമായിരുന്നു. ഇതിന് ഇത്രയും നീട്ടിക്കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ആദ്യത്തെ ദിവസം അദ്ദേഹത്തിന് ഇത് ഫുൾ സ്റ്റോപ്പ് ഇടാമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്യില്ല. കാരണം മറ്റൊന്നുമല്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നവകോമാളി സദസ്സ് അല്ലെങ്കിൽ നവവിദൂഷക സദസ്സ് 8 നിലയിൽ പൊട്ടിയ സാഹചര്യമാണുള്ളത്. ജനങ്ങൾ അതിനെ നോക്കി പരിഹസിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടണമെങ്കിൽ എന്ത് ചെയ്യണം? നാട്ടിലല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, കോലാഹലങ്ങൾ ഉണ്ടാക്കണം, എന്തെങ്കിലും തരത്തിലുള്ള ബഹളങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ആ ബഹളങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടരെ വടിയും കൊടുത്ത് പറഞ്ഞു വിട്ടിരിക്കുകയാണ് പിറകെ നിന്ന്, നിങ്ങൾ പോയി തല്ലടാ എന്ന് പറഞ്ഞിട്ട്. ആ തല്ലലാണ് ഈ പറയുന്ന സാമൂഹികമായ പ്രശ്നം അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നം നാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ പ്രതി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റാരുമല്ല, നമ്മുടെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ തന്നെയാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രതി. ശരി, ഈ സാഹചര്യം ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയാണെന്നുള്ളതാണ് ബി.ജെ.പിയുടെ അഭിപ്രായം. പക്ഷേ ജ്യോതികുമാർ ചാമക്കാല, നമ്മളിപ്പോൾ സമരത്തിൽ കൊടികെട്ടിയ വടികൊണ്ട് പ്രവർത്തകർ പോലീസിനെ ആക്രമിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ന് പക്ഷേ തിരുവനന്തപുരത്ത് കണ്ടത് വലിയ നീളമുള്ള പട്ടിക എടുത്തിട്ട് പോലീസിന്റെ ഈ അവരുടെ രക്ഷാ ഷീൽഡ് അടിച്ചു പൊളിക്കുകയാണ്. തിരുവനന്തപുരത്ത് ആ പോലീസ് സംഘത്തിന്റെ ഒറ്റ ഷീൽഡ് പോലും ബാക്കിയില്ല, എല്ലാം പൊട്ടിയിരിക്കുകയാണ്. അമ്മാതിരി അടിയാണ് അടിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ നമുക്കറിയാം. അപ്പോൾ മുൻകൂട്ടി തയ്യാറെടുത്ത് വന്നതാണ് എന്നുള്ളത് വ്യക്തമാണല്ലോ. പ്രവർത്തകർ വികാരാവേശം കൊണ്ട് എന്തെങ്കിലും ചെയ്തു എന്ന് വേണമെങ്കിൽ ന്യായീകരിക്കാം. പക്ഷെ നേതാക്കളോ, ഇന്നിപ്പോൾ വി.ഡി. സതീശൻ മുതൽ അങ്ങോട്ടുള്ള എല്ലാ നേതാക്കളും എണ്ണി അടിക്കും എന്നാണ് പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാണോ കോൺഗ്രസിന് തുടർന്നുള്ള ദിവസങ്ങളിൽ സമരം ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ കോൺഗ്രസ് ഏറ്റവും അവസാനം ഞാൻ ആവർത്തിക്കുന്നു, നവംബർ മാസം 18-ാം തീയതി തുടങ്ങിയ ഈ യാത്ര 19-ാം തീയതി മുതൽ ഞങ്ങളുടെ ചെറുപ്പക്കാരെ അടിച്ചുകൊണ്ടിരിക്കുന്നു. 19-ാം തീയതി മുതൽ, നവംബർ 19-ാം തീയതി മുതൽ ഇന്ന് ഡിസംബർ മാസം 20-ആണ്, ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. ഒരു ദിവസം പോലുമില്ല യൂത്ത് കോൺഗ്രസിൻ്റെയോ കെ.എസ്.യുവിൻ്റെയോ സഹപ്രവർത്തകർക്ക് അടികിട്ടാത്തത്. ഞങ്ങൾ ഈ ഒരു മാസവും ക്ഷമിച്ചു. ഈ ഒരു മാസത്തിനിടയ്ക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി, വളരെ കണ്ണിങ്ങായി ഈ വിഷയം അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നത് മുഖ്യമന്ത്രിക്കാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ആദ്യമുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട്, കല്യാശ്ശേരിയിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെ മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് ഒരു യാഥാർത്ഥ്യപരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ? ഏറ്റവും അവസാനം ആലപ്പുഴയിലെ സംഭവം, കല്ലിയൂർ സ്വദേശിയായ അനിൽ എന്ന് പറയുന്ന ക്രിമിനൽ ആ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ.എസ്.യുവിൻ്റെ ചെറുപ്പക്കാർക്കും നേരെ നടത്തിയ അതിക്രമം, അതുപോലെ തന്നെ സന്ദീപ് നടത്തിയിട്ടുള്ള അതിക്രമം, അതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ഉൾപ്പെടെ ചോദിക്കുമ്പോൾ നിങ്ങൾ കോടതി ചോദിക്കുന്നുള്ളത് എന്നെടുത്ത് ചോദിക്കേണ്ട, ഞാൻ ഇത്രയൊക്കെ കണ്ടിട്ടുള്ളൂ, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, ഞാനാണ് ഇവിടുത്തെ ഭരണാധികാരി, ഞാനാണ് ഇവിടുത്തെ ഏകാധിപതി, എനിക്ക് ധാർഷ്ട്യമാണ്, എനിക്ക് ധിക്കാരമാണ്, എനിക്ക് അഹങ്കാരമാണ് എന്ന അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റി വെച്ചിട്ട് ഇത് ഞാൻ അംഗീകരിക്കില്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ തീരുന്ന വിഷയമല്ല ഉള്ളൂ. അവിടെ തീർക്കാമായിരുന്നല്ലോ. തീർക്കാൻ ആരാ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്? ന്യായമായി തീർക്കാൻ, അന്യായമായിട്ടൊന്നും വേണ്ട. ചെയ്ത തെറ്റ് ഏറ്റുപറയാൻ, അല്ലെങ്കിൽ അതിനി ആവർത്തിക്കില്ല എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയില്ലേ അഭിലാഷേ? ആ മുഖ്യമന്ത്രി അദ്ദേഹം ചെയ്യേണ്ടിരുന്ന കാര്യങ്ങൾ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും എന്താ പറയുക ക്രിമിനൽ സ്വഭാവം ചേർന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഇങ്ങനെ തേടി ഇടയ്ക്ക് വരും, അത് ആ അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ മെൻറ്റാലിറ്റി, അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തോ കൊമ്പൊടിഞ്ഞു വീഴുന്നത് പോലെയാണ്. അദ്ദേഹത്തിന് ഇതൊരു ഉൾക്കൊള്ളാനൊരു മടിയാണ്. ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഞാൻ പിന്നീട് കണ്ടിട്ടില്ല. എന്നിട്ട് വീണ്ടും 3-ാം ദിവസം ചോദിക്കുന്നു. ആലപ്പുഴയിലെ സംഭവത്തെ സംബന്ധിച്ച് ഇന്നലെ വീണ്ടും ചോദിക്കുന്നു മാധ്യമപ്രവർത്തകർ. ഞാൻ ആ വിഷ്വൽസ് കണ്ടിട്ടില്ല, ഞാൻ ആ TV കണ്ടിട്ടില്ല, ഞാൻ അതിൻ്റെ പത്രം കണ്ടിട്ടില്ല. ഇങ്ങനെ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഈ നാടിന് അപമാനമല്ലേ അഭിലാഷേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്ന് കേരളത്തിൽ ഇനി അറിയാത്തത് മുഖ്യമന്ത്രി മാത്രമല്ല ഉള്ളൂ. അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തുടരുന്നത് ശരിയാണോ? അദ്ദേഹം കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായി വീണ്ടും തുടരുന്നത് ശരിയാണോ? അപ്പോൾ ഇതൊന്നും താൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരെയാണ് വെല്ലുവിളിക്കുന്നത്? അദ്ദേഹം കേരളീയ ജനതയാണ്. ഞങ്ങളെ വിടൂ, ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് അടിയുണ്ടു, പക്ഷേ അത് കണ്ടുകൊണ്ടിരിക്കുന്ന അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന കേരളീയ സമൂഹമുണ്ട്. അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, CPM-കാർ മാത്രമല്ല, BJP-കാർ മാത്രമല്ല, രാഷ്ട്രീയമില്ലാത്ത നിഷ്പക്ഷർ പോലും അങ്ങനെ ചെറുപ്പക്കാരെ അവരെ ആ കരിങ്കുടി കാണിച്ചതിൻ്റെ പേരിൽ മാത്രം അത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ, മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടാകേണ്ട മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ഓഫീസർ ഇങ്ങനെ ഇറങ്ങി മൃഗീയമായി അടിക്കുന്നത് ശരിയല്ല എന്ന് ആരെങ്കിലും ശരിയാണ് എന്ന് പറയുമോ അഭിലാഷേ?
അതിനെ സംബന്ധിച്ച് അങ്ങനെയാണോ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകേണ്ടത്? അതല്ലേ ഇത് പ്രകോപിപ്പിക്കുന്നത്? അതല്ലേ ഈ വിഷയം വഷളാക്കുന്നത്? അപ്പോൾ ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും. ഞാനതാ പറഞ്ഞത്, കഴിഞ്ഞ മാസം 18-ാം തീയതി ആരംഭിച്ച യാത്രയിൽ 19-ാം തീയതി മുതൽ ഞങ്ങളെ കൈകാര്യം ചെയ്യുന്നു. ഈ മാസം 20 ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. പലരും ചോദിച്ചു തുടങ്ങി, നിങ്ങളുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചോദിച്ചു തുടങ്ങി, നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലേന്ന്. അഭിലാഷ് എന്ന് ചോദിച്ചില്ലേ? കേരളീയ സമൂഹം മുഴുവൻ ചോദിച്ചില്ലേ നിങ്ങൾക്ക് ചോദിക്കാനും പറയാൻ നിങ്ങൾക്ക് ഇന്നും തല്ലുകൊള്ളാനേ സമയമുള്ളൂ എന്ന്? അപ്പോൾ ഞങ്ങൾ ക്ഷമിച്ചു, സഹിച്ചു, ഭൂമിയോളം ക്ഷമിച്ചു. അതിനുശേഷവും ഞങ്ങളെ അനുവദിക്കില്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടത്? ഇവിടെ ഒറ്റ മിനിറ്റ്, ഇവിടെ ചില കാര്യങ്ങളോട് പറഞ്ഞു പോയി. നോക്കൂ, ഇന്നലെ കൊല്ലത്ത് തന്നെ ആദർശ ഭാർഗവൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തിന് നേരെ കരിങ്കല്ലെടുത്തുകൊണ്ട് DYFIക്കാർ ചെല്ലുന്നത്, കരിങ്കല്ലെടുത്ത് മുതുത്തിടിക്കുക അല്ലേ? ഇന്നിപ്പോൾ നോക്കൂ, വനിതാ പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചു കീറുകയാണ് പോലീസ് ഉൾപ്പെടെ. അതുപോലെ പിന്നെ എന്താ ഗ്രനേഡും കണ്ണീർ വാതകവും ഒക്കെ പ്രയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ സജീഷ് ഘോര സംസാരിക്കുന്നു. ഇത് ആദ്യമായിട്ടല്ലല്ലോ, ഈ ഒരു സമരത്തിൽ മാത്രം ഇന്ന് മാത്രമാണ് ഗ്രനേഡോ കണ്ണീർ വാതകമോ പോലീസ് ഉപയോഗിക്കാതിരുന്നിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ എത്രയോ പ്രാവശ്യം ഈ കഴിഞ്ഞ 7.5 വർഷത്തിനിടയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ തങ്ങൾ ഡിഫൻസിലായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അത് മാത്രമല്ല ഇവിടെ നവകേരള സദസ്സ് തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കാനിരിക്കുന്നു. പോലീസിൻ്റെ ഫോഴ്സ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ പുറകെയാണ്. ചുരുക്കം പോലീസുകാരെ മാത്രമാണ് ഇന്ന് തിരുവനന്തപുരത്തേക്ക് വിട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടിയാവാം, ഏതായാലും അത് അവരുടെ തീരുമാനം. ഇന്ന് ഗ്രനേഡ് ഉപയോഗിച്ചിട്ടില്ല, ഇന്ന് കണ്ണീർ വാതകം ഉപയോഗിച്ചിട്ടില്ല എന്നൊഴിച്ചാൽ എല്ലാ സമരത്തിനും ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ കരിങ്കൊടി പ്രകടനം നടത്തി. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ സജീഷ് ഉമ്മൻചാണ്ടിയെ പോലൊരു ജനകീയനായ മുഖ്യമന്ത്രിയെ കായികമായി കൈകാര്യം ചെയ്തത്? അതാരാ ചെയ്തിട്ടുള്ളത്? അപ്പോൾ CPM-നെ സംബന്ധിച്ച് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് കായികമായി കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ, പരിക്ക് പറ്റിയിട്ടുള്ളൂ. അത് ചെയ്തിട്ടുള്ളത് കേരളത്തിൻ്റെ CPM-ആണ്. അന്ന് ആ മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരുന്നു? അഭിലാഷിന് ഓർമ്മയുണ്ടല്ലോ, എന്നെ ആക്രമിച്ചതിൻ്റെ പേരിൽ നാളെ ഒരു ഹർത്താൽ ഈ സംസ്ഥാനത്ത് ഉണ്ടാകരുത്. ആ ആക്രമിച്ച പ്രതിയോട് പോലും അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ക്ഷമ കൊടുത്തു. പ്രതി ക്ഷമ ചോദിച്ചപ്പോൾ അദ്ദേഹം അത് അംഗീകരിച്ചയാളാണ്. എന്നാൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയോ, ഞാൻ രാജാവാണ്, എൻ്റെ കൂടെ കുറേ ആളുകളുണ്ട്. പിന്നെ ഇവിടെ മാൻഡ്രേക്കിൻ്റെ കഥയൊക്കെ പറയുന്നിട്ട്, മാൻഡ്രേക്കും ജൂനിയർ മാൻഡ്രേക്കും ഒരേ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നു. ഒരേ വാഹനത്തിൽ കഴിഞ്ഞ ഒരു മാസമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഈ അടുത്ത ദിവസങ്ങളിലാണ് A റഹീമിനെയും അതുപോലെ തന്നെ M സ്വരാജിനെയും ഒക്കെ കോടതി ശിക്ഷിച്ചത്. എന്തിൻ്റെ പേരില്ല? അക്രമസമരം നടത്തിയതിൻ്റെ പേരില്ല അല്ലേ? അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അക്രമസമരത്തിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിക്കുന്നതാണ്, ഗതികെട്ടിട്ടാണ്. ഏറ്റവും അവസാനം നോക്കൂ, ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പോലീസ് സ്റ്റേഷനിൽ നടന്നു. നാളെ KSUവിൻ്റെ മാർച്ച് വെച്ചിട്ടുണ്ട് DGP ഓഫീസിലേക്ക്. 23-ാം തീയതി ഞങ്ങളുടെ പിന്നെ MLA-മാരും MP-മാരും ഉൾപ്പെടെ KPCCയുടെ നേതൃത്വത്തിൽ DGP ഓഫീസിലേക്ക് വീണ്ടും മാർച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണ കിട്ടിയേ മതിയാവും. ഇത്തരത്തിലുള്ള അക്രമ സമരങ്ങൾ അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ DYFI SFIക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിന് എല്ലാ പിന്തുണയും നൽകുന്നത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞങ്ങൾക്ക് പൊതുസമൂഹത്തോട് സമ്മതിച്ചേ മതിയാവൂ. അതിൻ്റെ ഭാഗമായുള്ള പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളെ ഇനിയും കായികമായി കൈകാര്യം ചെയ്യുന്ന വന്നാൽ ഒരു തർക്കവുമില്ല, തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ശരി, ഇവിടെ നോക്കൂ ശ്രീ SK സജീഷ്, കല്യാശ്ശേരിയിൽ ഒരു കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാവുന്നത് 2 പേരുടെ സമരമായിരുന്നു. അത് ഇവർ മുൻകൂട്ടി തീരുമാനിച്ച് KSUവിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ച് ഇനി മുഖ്യമന്ത്രിയുടെ പരിപാടിയിലൊക്കെ കരിങ്കൊടി കാണിച്ചു കളയാം എന്ന് വിചാരിച്ച് ചെയ്തത് കൂടിയല്ല. അവിടെ അങ്ങനെ സ്പോണ്ടേനിയസ് ആയ ഒരു കാര്യം ഉണ്ടായി. അതിനെ നേരിട്ട രീതിയാണ് ഇതിങ്ങനെ ചെയിൻ റിയാക്ഷൻ പോലെ പടർന്നത്. ഏറ്റവും ഒടുവിലായി സംഭവിച്ച കാര്യങ്ങൾ വരെ അറിയാം. കേരളത്തിൽ എല്ലാ ജില്ലകളിലും കോൺഗ്രസ്സുകാരെ യൂത്ത് കോൺഗ്രസ്സുകാരെ അടിക്കുകയാണ്. അപ്പോൾ അവർ റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇനിയിപ്പോൾ നോക്കൂ, ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ, നാളെ KSUവിൻ്റെ, അത് കഴിഞ്ഞ് ജനപ്രതിനിധികളുടെ, മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് ഈ തലസ്ഥാനത്ത് തിരുവനന്തപുരത്തുള്ള എല്ലാ ദിവസവും കോൺഗ്രസിൻ്റെ സമരമാണ്. ആ സാഹചര്യം ഉണ്ടാക്കിക്കൊടുത്തത് ആരാണ്? ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചത് തന്നെ ആരാൻ്റെ മക്കളെ റോഡിലിട്ട് തല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന സാഡിസ്റ്റാണ്, ക്രിമിനൽ മനസ്ഥിതിയുള്ള ആളാണ് മുഖ്യമന്ത്രി എന്നാണ്. അപ്പോൾ ആ തരത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ നേർക്കുനേർ ഒരു പോർമുഖം തുറക്കാൻ കോൺഗ്രസിന് സാധിച്ചത് ഈ അക്രമത്തെ നിങ്ങൾ തള്ളിപ്പറയാതിരുന്നത് കൊണ്ടാണ്. ആ അക്രമം എല്ലായിടത്തും നടന്നോട്ടെ എന്ന് വെച്ചതുകൊണ്ടാണ്. DYFI പ്രവർത്തകർ നാട് നീളെ നടന്ന് കോൺഗ്രസ്സുകാരെ തല്ലിക്കോട്ടെ എന്ന് വെച്ചിട്ടാണല്ലോ. ഒരിക്കലും അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. അങ്ങനെ കരുതുന്ന ഒരു രീതിയിലാണെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെയുമല്ല സംഭവിക്കുക എന്ന് നമുക്കറിയാം. DYFI ഒന്നും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇവിടെ 10,000-കണക്കിന് ആളുകൾ വരുന്ന സ്ഥലത്ത് വന്ന് കുഴപ്പമുണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമമാണ് നടത്തിയത്. അത് സ്പോണ്ടേനിയസായി സംഭവിച്ച കാര്യങ്ങളൊന്നുമല്ല. പലതും ചെരുപ്പെറിയാൻ വേണ്ടി, ഷൂ എറിയാൻ വേണ്ടി കാത്തു നിൽക്കുകയും അതിനുവേണ്ടി ചില മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ചില ആളുകളൊക്കെ അതിന് സന്ദേശം കൊടുക്കുകയെല്ലാം ചെയ്യുന്ന വാർത്തയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ വളരെ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തിനാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവർ വലിയ പ്രതിസന്ധിയിലാണ്. ഇവർ ഈ നവകേരള സദസ്സിലേക്ക് ആരും പങ്കെടുക്കരുത് എന്നെല്ലാം ആഹ്വാനം ചെയ്തു. ഈ ആളുകൾ കരുതിയത് ഇവരുടെ ആഹ്വാനം കേട്ടാൽ ആരും വരില്ല എന്നായിരുന്നു.
അതല്ലല്ലോ കേരളത്തിലുണ്ടായത്. ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ, ഇവരുടെ മുൻ MLA ആയിട്ടുള്ള ശ്രീ ഗോപിനാഥ്, അതുപോലെ തന്നെ DCC പ്രസിഡൻ്റായിരുന്ന ആളുകൾ, നിലവിലെ DCC ജനറൽ സെക്രട്ടറിമാർ, അതുപോലെ തന്നെ പഞ്ചായത്ത് ഭാരവാഹികൾ, ബ്ലോക്ക് ഭാരവാഹികൾ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, പാണക്കാട് തങ്ങളുടെ തന്നെ മരുമകൻ, ഇങ്ങനെയെല്ലാമുള്ള നിരവധിയായ ആളുകൾ ഇതിനകത്ത് ഇവരുടെ ആഹ്വാനത്തെ തള്ളിക്കൊണ്ട് പങ്കെടുത്തു. നിരവധിയായ ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്ന ഇത്തരത്തിലുള്ളൊരു പരിപാടി കേരളത്തിൻ്റെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. അതൊക്കെ വസ്തുതയാണ്. ആ വസ്തുതയിൽ നിന്നുകൊണ്ട് ഇതിനെ എങ്ങനെ തകർക്കാം എന്നാണ് ഇവർ ശ്രമിച്ചത്. അവർക്ക് അവരുടേതായ ഒരു അജണ്ടയുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് തന്നെ പെട്ടിരിക്കുന്ന സാഹചര്യം എന്താണ്? എക്കാലത്തെങ്കിലും ഇങ്ങനെയൊരു KPCC പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയമായിരിക്കും. ഇങ്ങനെ BJPക്ക് വേണ്ടി വർത്തമാനം പറയുന്ന വക്കാലത്തെടുക്കുന്ന ഒരാളുണ്ടായിട്ടുണ്ടാവില്ല. നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് തന്നെ അദ്ദേഹം BJP പ്രസിഡന്റാണോ കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണോ K. സുധാകരൻ എന്ന് സംശയിച്ചു പോകുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു. ഈ സാഹചര്യത്തെ അവർക്ക് മറികടക്കണ്ടേ? ശ്രീ VD സതീശൻ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികൾ, ആ ചെയ്തികളെ അവർക്ക് മറികടക്കണ്ടേ? കേരളത്തിലോ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ സംഘടനാ തെരഞ്ഞെടുപ്പിൽ അവർ വ്യാജ കാർഡ് ഉണ്ടാക്കുകയോ വ്യാജ വോട്ട് ചെയ്യുകയോ നോട്ട ജയിക്കുകയോ ഒന്നും ചെയ്താൽ ഇവിടുത്തെ പ്രശ്നമല്ല. അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടയാൾ BJPയിലേക്ക് പോയ ആളായാലോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ കാണാതായാലോ ഒന്നും കേരളീയ സമൂഹത്തിൻ്റെ പ്രശ്നമല്ല. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം ഇലക്ഷൻ ഉപയോഗിക്കുന്ന ഇലക്ഷൻ ID കാർഡ് വ്യാജമാക്കി ഉണ്ടാക്കി. ആ വ്യാജമായി ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷൻ കേസെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായി കേസെടുത്തു. ഇതെല്ലാമാണ് മുന്നിലുള്ള വിഷയങ്ങൾ. ഈ വിഷയങ്ങൾ വരുമ്പോൾ അങ്ങേയറ്റം ഡിഫൻസിലായി നിൽക്കുന്ന ആളുകൾ മഷിക്കുപ്പിയുമായി സമരത്തിനിറങ്ങുകയാണ്. ഇന്ന് കേരളത്തിലുണ്ടായ സമരമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന രീതിയിലുള്ളൊരു സമര രീതിയേ അല്ല. സമരത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, സംഘർഷങ്ങളുണ്ടായിട്ടുണ്ട്, പരിക്കുകൾ പരസ്പരം പറ്റിയിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏകപക്ഷീയമായി 2 മണിക്കൂർ പ്രകോപനം സൃഷ്ടിക്കുകയും ആ പ്രകോപനത്തിൽ SIമാർക്കും നിരവധിയായ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്ക് പറ്റുകയും ചെയ്തിട്ട് ഒരു ഗ്രനേഡ് പോലും ഉപയോഗിച്ചില്ല. ഇവിടെ ഒരു ടിയർ ഗ്യാസ് പോലും പൊട്ടിച്ചില്ല. ഇവർ ജലപീരങ്കിയുടെ വെള്ളത്തിനടിയിൽ നിന്ന് നൃത്തം ചെയ്യുന്ന രീതിയിൽ സമരം നടത്തി. എന്നിട്ട് ഇവിടെ പോലും പരാമർശിക്കുകയാണ് വനിതാ പ്രവർത്തകയുടെ വസ്ത്രം കീറി എന്ന്. അത് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ കണ്ടല്ലോ, എല്ലാവർക്കും ബോധ്യമായല്ലോ. അത് വനിതാ പോലീസുമായി അവർ നടത്തിയ മൽപ്പിടുത്തത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് എന്ന് എല്ലാവർക്കും ബോധ്യമാണല്ലോ. ഇത്തരം കളവായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഒരു ഉളുപ്പുമില്ലാത്തയാളായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മാറുകയാണ്. എന്തും അദ്ദേഹത്തിന് പറയാം എന്നുള്ള നിലയിലേക്ക് മാറുകയാണ്. അതല്ലേ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ മറ്റു രീതിയിൽ വഴിതിരിച്ചുവിടാനുള്ള പരിശ്രമം നടത്തുകയാണ്. പിന്നെ ഉമ്മൻചാണ്ടിയുടെ നേരെ അക്രമം ഉണ്ടായി, അതിൻ്റെ ഭാഗമായി പ്രതിഷേധിച്ച ആൾക്ക് മാപ്പ് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതിലുള്ള ബാക്കി എല്ലാവരെയും ശിക്ഷിക്കുകയും കോൺഗ്രസ്സുകാരനായ ഒരാളല്ലേ പോയി മാപ്പ് ചോദിച്ചത്, കോൺഗ്രസിലേക്ക് പോയ ആളല്ലേ പോയി മാപ്പ് ചോദിച്ചത്. അതല്ലാതെ മറ്റാരെങ്കിലും അതിൽ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതെല്ലാം കേരളീയ സമൂഹത്തിൻ്റെ മുന്നിലുള്ള കാര്യങ്ങളാണ്. ഇവിടെ ബോധപൂർവമായ ആക്രമണത്തിനാണ് ഇവർ തയ്യാറാകുന്നത്. ഗുണ്ടകളെയാണ് ഈ സമരത്തിലേക്ക് പങ്കെടുപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് പിങ്ക് പോലീസിനെ ആക്രമിച്ചില്ലേ? സ്ത്രീകളായ പോലീസുകാർ സഞ്ചരിക്കുന്ന പിങ്ക് പോലീസ് വാഹനം ആക്രമിക്കുന്ന സാഹചര്യം DCC ഓഫീസിൻ്റെ മുന്നിൽ ഉണ്ടായിട്ടില്ലേ? ഇതൊക്കെ കേരളീയ സമൂഹം കണ്ടിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് ഇവർ യഥാർത്ഥത്തിൽ പ്രതിഷേധിക്കേണ്ട വിഷയങ്ങളിൽ പ്രതിഷേധിക്കാത്തത്? കേരളത്തിന് ആ ചോദ്യമില്ലേ? ആ ചോദ്യം ഇവരുടെ നേരെ ഉയരുന്നില്ലേ? ഇന്ത്യൻ പാർലമെന്റിൽ BJP പ്രതിനിധി ഇവിടെ സംസാരിക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുക മാത്രമാണല്ലോ ചെയ്തത്. നേരെ മറിച്ച് ഞാൻ ഉൾപ്പെടെ പറഞ്ഞു, ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി 143-ലധികം MPമാരെ പുറത്താക്കി. ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടു. അത് BJPയുടെ MP കൊടുത്ത പാസിന്റെ ഭാഗമായിട്ടാണ്. ആ പാസ് സ്വീകരിച്ച് 5 തവണയോ മറ്റോ റിഹേഴ്സൽ നടത്തിയിട്ടാണ് ഈ അക്രമകാരികൾ വന്നത്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നതിന് പകരം 143 പ്രതിപക്ഷ MPമാരെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തെക്കുറിച്ച് BJPക്ക് ഇവിടെ സംസാരിക്കേണ്ടി വരുന്നില്ല. അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ആരാ? കോൺഗ്രസ് ഒരുക്കി കൊടുക്കുന്നത്. ഞാൻ BJPക്കെതിരായി ആ കാര്യം BJP പ്രതിനിധിക്ക് അതിന് മറുപടി പറയേണ്ടാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ശരി, ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് സമരം ചെയ്യുന്നതെന്നുള്ളതാണ് CPMന്റെ വെർഷൻ. ഓക്കെ, ശരി, കഴിഞ്ഞല്ലോ. ബോധപൂർവമാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? ഈ ചർച്ച ശ്രീ അഭിലാഷ് ഒറ്റ വാചകത്തിന് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഈ ചർച്ച കേൾക്കുന്ന ആളുകൾക്കറിയാം
ഞാൻ BJP ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർലമെന്റ് ആക്രമിക്കപ്പെട്ടിട്ട് പ്രധാനമന്ത്രിയോ അതുപോലെ തന്നെ അമിത്ഷയോ ഒരക്ഷരം മിണ്ടാതെ പാർലമെന്റിൽ MP-മാരെ കൂട്ടത്തോടെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം ഉൾപ്പെടെ പറഞ്ഞിട്ട് BJP പ്രതിനിധിക്ക് അതിന് മറുപടി പറയേണ്ടി വരുന്നില്ല. എന്തുകൊണ്ടാണ്? അതിന് മറുപടി പറയേണ്ട തക്ക വിധം അവരെ സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ കോൺഗ്രസ് ഷീൽഡ് ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ പ്രശ്നമല്ലേ നമ്മൾ കാണേണ്ടത്. ശരി, ഓക്കെ. നോക്കൂ ശ്രീ യുവരാജ്, അടുത്ത ദിവസങ്ങളിലൊക്കെ KSUവിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നവകേരള സദസ് അതിൻ്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക്, അതായത് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പൊതുയോഗത്തിൽ വർക്കലയിൽ ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. തിരുവനന്തപുരത്താണ് സമാപിക്കുകയാണ്. അപ്പോൾ തലസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി വരുമ്പോൾ ഇവിടെ സമരവേലിയേറ്റമാണ്. കോൺഗ്രസിന് അവരുടെ പ്ലാനുണ്ട്, നിങ്ങൾക്കോ? BJPക്ക് BJPയുടേതായ സമരങ്ങളുണ്ടാവും. അത് യുവമോർച്ചയും BJPയും അതിൻ്റെതായ നിലയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. സമരങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മളിപ്പോൾ മുൻകൂട്ടി പറഞ്ഞിട്ടല്ലല്ലോ ഇത്തരം വിഷയങ്ങളിൽ സമരങ്ങൾ നടക്കുക. അത് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നതാണ്. അത് അതിൻ്റെ വഴിക്ക് തന്നെ നടന്നോളും. ശ്രീ സജീഷിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം അദ്ദേഹം മറുപടി പറയുന്നില്ല. പകരം അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിലേക്കൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. സജീഷ് പറയേണ്ടുന്ന ഉത്തരം ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന DYFIക്കാർ വടിയും എടുത്തുകൊണ്ട് ആദ്യം തന്നെ നിയമം കയ്യിലെടുത്ത് മുമ്പോട്ട് വന്നപ്പോൾ ആ പറയുന്ന ആൾക്കാർക്കെതിരെ എന്ത് നടപടിയാണ് നാളിതുവരെയായിട്ട് സ്വീകരിച്ചത് എന്നുള്ള കാര്യത്തിൽ മാത്രം ഇവരാരും മറുപടി പറയുന്നില്ല. എന്താണ് കേരളത്തിൻ്റെ ക്രമസമാധാന നില അങ്ങനെ ആക്കി തീർത്തതെന്ന് മാത്രം ഇവർ മറുപടി പറയുന്നില്ല. ഇന്ത്യൻ പാർലമെൻറ്റിലെ വിഷയം നമുക്ക് ചർച്ച ചെയ്യുന്ന ദിവസം നമുക്ക് അതിൻ്റെ ആ വിഷയം ചർച്ച ചെയ്യാം സജീഷ്. നമുക്കാർക്ക് ആ വിഷയം ചർച്ച ചെയ്യുന്നതിന് പ്രത്യേകിച്ച് മടിയൊന്നും പേടിയൊന്നുമില്ല. നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നിങ്ങളിവിടെ ഈ പറയുന്ന വിഷയങ്ങൾ നിങ്ങളിപ്പോൾ പറയുന്ന മറ്റാരൊക്കെയാണ് ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്യുന്നത്? ഞങ്ങൾക്കിപ്പോൾ പ്രത്യേകിച്ച് ആരുടെ സംരക്ഷണമൊന്നും ഇന്ത്യയിലെങ്ങും ആവശ്യം വരുന്നില്ല. ഓക്കെ, ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ഇന്നലെ കൊല്ലത്തുൾപ്പെടെ നിങ്ങൾ കണ്ടതാണ്. ഞങ്ങൾക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം ഞങ്ങൾ ആ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അത് പിന്നത്തേക്ക് വെച്ച് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വെച്ച് നമുക്ക് അങ്ങനെ അങ്ങ് പിന്നെ വെക്കുന്ന പരിപാടികളൊന്നും നമ്മുടെ കയ്യിലും ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുടെയും സംരക്ഷണം നമുക്ക് ആവശ്യമില്ല. ഇവിടെ ഈ പറയുന്ന ചർച്ചകൾ ഉണ്ടാക്കി വെച്ചത് CPM മുഖ്യമന്ത്രിയും കൂടെ തന്നെയാണ്. കാരണം കേരളത്തിൻ്റെ ക്രമസമാധാന നില തകർക്കുന്ന തരത്തിലേക്ക് DYFIയെ കൊണ്ട് അല്ലെങ്കിൽ SFIയെ കൊണ്ട് നിങ്ങളുടെ പാർട്ടിയിലെ ഗുണ്ടകളെ കൊണ്ട് നിയമം കയ്യിലെടുപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും അവർ ജീവൻ രക്ഷാ പ്രവർത്തകരാണ് എന്നുള്ള തലത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ കേരളത്തിൻ്റെ ആഭ്യന്തര മന്ത്രി തന്നെ കൊടുക്കുകയും അവർക്കെതിരെ നാളിതുവരായിട്ട് ഒരു പെറ്റി കേസ് പോലും ചാർജ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്നത് കേരളത്തിൻ്റെ ഭരണ സംവിധാനമാണ്. ആ ഭരണ സംവിധാനമാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് പൊതുസമൂഹത്തിനെ ആവട്ടെ മാധ്യമങ്ങളെ ആവട്ടെ പ്രേരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് SK സജീഷ് പറയേണ്ടുന്ന ഉത്തരം അതാണ്, അത് പറയുന്നില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ കേരളത്തിൻ്റെ മാധ്യമങ്ങളിലൂടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിൻ്റെ മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളും കാണുന്നുണ്ട്. പക്ഷെ ഒരു വ്യക്തി മാത്രം അത് കാണുന്നില്ല. ദൗർഭാഗ്യവശാൽ ആ വ്യക്തിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അദ്ദേഹം മാത്രം നാളിതുവരെയായിട്ടും ഹെൽമെറ്റ് വെച്ച് അടിക്കുന്നത് കണ്ടില്ല, ചെടിച്ചട്ടി വെച്ച് അടിക്കുന്നത് കണ്ടില്ല, അദ്ദേഹത്തിൻ്റെ ഗൺമാൻ ഇറങ്ങി തല്ലുന്നത് കണ്ടില്ല, DYFIക്കാർ വടിയും കൊണ്ട് പുറത്തിറങ്ങി നാട്ടുകാരെ തല്ലുന്നത് കണ്ടില്ല. ഇത് മുഴുവനും കാണാത്ത ഒരേ ഒരു വ്യക്തി നമ്മുടെ നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി കൂടിയായ ശ്രീ പിണറായി വിജയനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കൂടി ഇതൊക്കെ ഒന്ന് കാണിക്കുവാൻ നിങ്ങൾ മുൻകൈ എടുക്കണമെന്ന് വളരെ താഴ്മയായിട്ട് താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്ന് പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചത് ഈ നവകേരള യാത്ര തിരുവനന്തപുരത്തേക്ക് എത്തുന്ന സമയത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടും, അധികാര സിംഹാസനത്തിൽ നിന്ന് മഹാരാജാവിനെ താഴെ ഇറക്കും വരെ ഞങ്ങൾ പോരാട്ടം തുടരും എന്നുള്ളതാണ്. ഇത് കേവലം ഒരു പ്രസംഗം മാത്രമാണ്. മുമ്പ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടുമെന്നുള്ള പ്രസംഗം കേരള ചരിത്രത്തിൽ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. അത് വിമോചന സമരത്തിന്റെ സമയത്താണ്. അപ്പോൾ ഈ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള സമരമാണോ ഇത്? നോക്കൂ അഭിലാഷേ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞുപോയി. ഇവിടെ DYFIയുടെ പങ്ക് ഉണ്ടായിട്ടില്ല എന്നാണ് DYFIക്ക് വേണ്ടി പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള സജീഷ് പറയുന്നത്. അവിടെ ചെടിച്ചട്ടി വെച്ച് അടിച്ചത് ആരാണ്? അവിടെ ഹെൽമെറ്റ് വെച്ച് അടിച്ചത് ആരാണ്? മറുപടി ഉണ്ടോ? ഇല്ല. ഏറ്റവും അവസാനം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഈ അംഗപരിമിതനെ പോലും കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് DYFIക്കാർ മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന് എന്താ പ്രതിഷേധിക്കാൻ അവകാശമില്ലേ? അപ്പോൾ DYFIയുടെ പ്രതിഷേധത്തെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ ജനപങ്കാളിത്തത്തെക്കുറിച്ചാണ്. മുഖ്യമന്ത്രി എല്ലാ ദിവസവും രാവിലെ ആവർത്തിക്കുന്ന വാക്കുണ്ട്. എന്താ പറയുന്നത്? ഇത്തരത്തിൽ പിന്നെ ജനങ്ങളുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് അദ്ദേഹം ഘോരഘോരം സംസാരിക്കാറുണ്ട്. സ്വാഭാവികമാണ്. എന്തുകൊണ്ടാണ്? സംസ്ഥാന സർക്കാർ എല്ലാ ഉദ്യോഗസ്ഥരെയും റോഡിലിറക്കി അവരെ കൊണ്ട് പിരിവ് നടത്തിച്ച് ആ പിരിവ് നടത്തുന്നതിനോടൊപ്പം തന്നെ ആളുകളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി എല്ലാ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ ആശാ വർക്കർമാർ ഉൾപ്പെടെ അംഗനവാടി ടീച്ചർമാർ ഉൾപ്പെടെ അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലും
ഉള്ളവരെ പരിപൂർണമായും അതിൽ പങ്കെടുപ്പിക്കുമ്പോൾ അവരാണ് അഭൂതപൂർവമായ ആള് എന്ന് രാവിലെ പറയുമ്പോൾ അവരെല്ലാം മനസ്സോടുകൂടി വന്നതാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർ മൂഢന്മാരുടെ സ്വർഗ്ഗത്തിലാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ ഈ പറയുന്ന ജനാധിപത്യ വേദിയിൽ നമുക്ക് കാണാം. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് ഉമ്മൻചാണ്ടിയെ ആക്രമിച്ചത് കോൺഗ്രസ്സുകാരാണെന്ന് ധ്വനി വരത്തക്ക രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. ഉമ്മൻചാണ്ടിയെ ആക്രമിച്ചയാൾക്ക് മാനസാന്തരം സംഭവിച്ച് അദ്ദേഹം ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയുകയും ഉമ്മൻചാണ്ടി ആ മാപ്പ് അംഗീകരിക്കുകയും ചെയ്തു. ഞാൻ തിരിച്ചു ചോദിച്ച വാക്കുകളുണ്ടായിരുന്ന സജീഷേ, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ഉൾപ്പെടെ വിഷ്വൽസ് വെച്ചുകൊണ്ട് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ട്? അതിനല്ലേ കേരളീയ സമൂഹം ഉത്തരം തരുന്നത്. ആ ഉത്തരത്തിന് കൃത്യമായ ഉത്തരം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നല്ലോ. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ മനോനില പരിശോധിക്കണമെന്ന് ഞങ്ങൾ പ്രതിപക്ഷം കൃത്യമായി പറയുന്നത്. അദ്ദേഹത്തിന് ഇത് മനസ്സിലാകാഞ്ഞിട്ടോ കാണാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ അല്ല. അദ്ദേഹം ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതാണ്, ഞാൻ ഇനി എന്ത് സംഭവിച്ചാലും അതിൽ നിന്ന് മാറില്ല, അതിനി ലോകം ഇടിഞ്ഞു വീണാലും ഞാൻ മാറില്ല എന്ന അഹങ്കാരം, ധിക്കാരം, ധാർഷ്ട്യം, അതിൻ്റെ പിന്നിലുള്ള മനോവൈകൃതം, അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ആ നിലപാടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇതിനെല്ലാം കാരണവും. പിന്നെ നിങ്ങൾ കാലാകാലങ്ങളിൽ KPC പ്രസിഡൻ്റായിട്ടിരിക്കുന്നവരെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കളായിരിക്കുന്നവരെയും ഒക്കെ നിങ്ങൾ സംഘപരിവേഷം ചാർത്തി കൊണ്ട് മാറ്റി നിർത്താനൊക്കെ ശ്രമിക്കാറുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തലയിലേക്ക് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ കടന്നും കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യവുമുണ്ട്. പിന്നെ വ്യാജ കാർഡ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട കേസാണ് പറയുന്നത്. ഇന്റേണൽ ഡെമോക്രസിയുടെ ഭാഗമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. വ്യാജ ഇലക്ഷൻ ID കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഈ സംസ്ഥാനം ഭരിക്കുന്നത് നിങ്ങളാണല്ലോ. കേസെടുത്തതിന് അപ്പുറത്തേക്ക് ആ നിമിഷം പോലീസ് ജാമ്യം കൊടുത്തല്ലോ കോടതി. എത്ര പേർക്കെതിരെ നിങ്ങൾ കേസെടുത്തു? എത്ര പേരെ നിങ്ങൾ പിടിച്ച് ജയിലിലിട്ടു? അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞിട്ടൊന്നും ഇറങ്ങണ്ട. പിന്നെ ജനാധിപത്യപരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ഞാനൊന്ന് പറയാം. ഇവിടെ അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് യൂത്ത് കോൺഗ്രസ് നടക്കുന്നത് പോലെ ഇത്രയും മാതൃകാപരമായ ഒരു തെരഞ്ഞെടുപ്പ് വേറെ ആർക്ക് നടത്താൻ കഴിയും? ഇവിടെ അഭിലാഷം അറിയാമല്ലോ CPM-ന്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ചൊക്കെ. എല്ലാം തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞത്. ബൂത്ത് കമ്മിറ്റി മുതൽ അങ്ങ് PB വരെ തെരഞ്ഞെടുപ്പാണെന്നാണ് പറയുന്നത്. പക്ഷേ എത്രയോ ഏരിയ കമ്മിറ്റികൾ വിഭാഗീയത ഉള്ളതിൻ്റെ പേരിൽ ആരെങ്കിലും മത്സരിച്ച് വിജയിച്ചാൽ പിന്നീട് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് ആ വിജയിച്ചത് വിഭാഗീയതയുടെ ഭാഗമാണ്, അതുകൊണ്ട് അവർ സ്ഥാനമൊഴിയണമെന്നും എന്നിട്ട് മത്സരത്തിൽ തോറ്റവരെ വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം CPM-ആണ്. അതിന് പറയുന്നത് ഓമന പേരെന്താണെന്നറിയാമോ? ആ ജനാധിപത്യത്തിന് പറയുന്ന ഓമന പേര് വിഭാഗീയത. എത്രയോ കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട് അഭിലാഷേ, ഞാൻ പ്രത്യേകമായി പറയേണ്ടതില്ലല്ലോ. അപ്പോൾ പാർട്ടി തീരുമാനിക്കുന്നവർ മാത്രമേ അധികാരത്തിൽ വരൂ. പക്ഷേ പറയുന്നത് ജനാധിപത്യം എന്നാണ്. ഞങ്ങളുടേത് അങ്ങനെയല്ല. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അതിലെന്തെങ്കിലും പാകപ്പിഴകളുണ്ടെങ്കിൽ പാർട്ടി അത് പരിശോധിക്കും, അത് തിരുത്തും. അതിനപ്പുറത്തേക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസെടുക്കൂ. എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു, ഇവർ പറഞ്ഞു ഇത്രയും സെൻസേഷണലായ, പ്രത്യേകിച്ച് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവർക്കൊക്കെ എതിരായിട്ട് ഇത്രയും വലിയൊരു പിന്നെ ആയുധം നിങ്ങൾ കിട്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയാണോ? അല്ലല്ലോ. അപ്പോൾ അതിനകത്ത് വസ്തുതയില്ല എന്ന് ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ഇവിടെ പറയുന്നത് BJP-യുടെ വിഷയം. ഈ അഭിലാഷ് ഒരു കാര്യം ചെയ്യൂ, 7:30 മുതൽ 8:00 വരെ ചർച്ച, 8:30 കഴിഞ്ഞ് 1 മണിക്കൂർ നീട്ടിക്കോളൂ. പാർലമെൻറ്റിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം. ആ പാർലമെൻറ്റിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആരാണ് അഭിലാഷേ? ഇവിടെ ആ പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ MP-മാർ ഉൾപ്പെടെ സസ്പെൻഷനിലാകുമ്പോൾ ഇവിടെ കേരളത്തിൽ നിന്നുള്ള ഏക CPM അംഗം അവിടെ നവകേരള സദസ്സിന് പന്തൽ കിട്ടുമായിരുന്നു ആലപ്പുഴയിൽ. ഇന്ന് പോയി അങ്ങോട്ട് ചെന്ന് പഠിക്കുക, ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് എന്നിട്ട് വന്നിരുന്ന ഓരോ സംസാരിക്കുക. അവിടെ ദേശീയ തലത്തിൽ BJP-ക്കെതിരായി ബദലായി നിൽക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ മുന്നണി ഉണ്ടായിട്ടുള്ളത്. അതിൽ 3 സീറ്റും, അതിൽ 2 തന്നെ കോൺഗ്രസിൻ്റെ പിന്തുണയോട് കിട്ടിയ 3 സീറ്റും 2.25% വോട്ടും കൊണ്ട് വന്നിട്ട് ഞങ്ങൾ ദേശീയ തലത്തിൽ മലമറിക്കാൻ പോവുകയാണ്, അതിൻ്റെ കൂടെ നിന്നോളൂ എന്ന് അങ്ങനെയൊന്നും പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയൊന്നും വേണ്ട. ദേശീയ രാഷ്ട്രീയം എന്താണെന്ന് കോൺഗ്രസ് നല്ല ബോധ്യമുണ്ട്. കോൺഗ്രസിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ബദൽ മുന്നണിയെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്ത സീറ്റിലാണ് വന്നിരുന്നത് ശ്രീ പ്രകാശ് കാരാട്ട്. താങ്കൾ കാണാതെ പോയോ വിഷ്വൽസൊക്കെ? അപ്പോൾ അതിനെക്കുറിച്ച് ശ്രീ സീതാറാം യെച്ചൂരി, അപ്പോൾ അതൊന്നും താങ്കൾ കാണാതെ പോകരുത്. അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞ് ഇവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഘർഷാവസ്ഥയെ ലഘൂകരിക്കാൻ ശ്രമിക്കരുത്. ഞാൻ DYFI നേതാവെന്ന നിലയിൽ സജീഷിനോട് ഒറ്റ ചോദ്യം. അവിടെ നടന്നിട്ടുള്ള ആ സംഘർഷം, കല്യാശ്ശേരിയിൽ നടന്നിട്ടുള്ള ആ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചെടിച്ചട്ടിയെടുത്ത് പൂച്ചട്ടിയെടുത്ത് യൂത്ത് കോൺഗ്രസ്സുകാരുടെ നേരെ അടിച്ചത് DYFI-കാർ ചെയ്തത് ശരിയാണോ? ഏറ്റവും അവസാനം അംഗപരിമിതനായ ഒരാളെ ആലപ്പുഴയിൽ എന്താ പറയുന്നത് ടീഷർട്ട് ഇട്ട്, നവകേരള സദസ്സിൻ്റെ ടീഷർട്ട് ഇട്ട DYFI-യുടെ വോളണ്ടിയർമാർ കൈകാര്യം ചെയ്ത രീതി ശരിയാണോ? അതെങ്കിലും തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുക മിസ്റ്റർ സജീഷ്. അതല്ലേ യുവത്വം, അതല്ലേ ചെറുപ്പം, അങ്ങനെയല്ലേ വേണ്ടത്? മുഖ്യമന്ത്രി പറയുന്നതുകൊണ്ട് ഞങ്ങൾ അതിനപ്പുറത്തേക്ക് പറയില്ല, അദ്ദേഹം കാണാത്തതുകൊണ്ട് ഞങ്ങളും കണ്ടില്ല എന്ന് പറയുന്നതാണോ രാഷ്ട്രീയം? തുറന്നു പറയൂ. ശരി, സജീഷിന് പറയാൻ അവസരം തരാം. എനിക്കൊരു ചെറിയ ഇടവേള വേണം, അതിനുശേഷം ചർച്ചയിലേക്ക് വീണ്ടും. SK സജീഷ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ BJP ആയാലും കോൺഗ്രസ് ആയാലും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ കല്യാശ്ശേരി മുതൽ ഏറ്റവും ഒടുവിൽ കൊല്ലം വരെയുള്ള എല്ലാ കാര്യങ്ങളും നടന്ന എല്ലാ അനിഷ്ട സംഭവങ്ങളും റെക്കോർഡഡ് ആണ്.
മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളുണ്ട്, ടെലിവിഷനുകളുടെ ക്യാമറകളിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളുണ്ട്. അത് കേരളം മുഴുവൻ കണ്ടതാണ്. നിങ്ങളുടെ പാർട്ടിക്കാരും കണ്ടതാണ്, താങ്കളും കണ്ടതാണ്, മുഖ്യമന്ത്രി കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, കണ്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവർക്കും അവരുടെ സ്വന്തം കൺമുമ്പിൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. അക്രമം നടന്നു, അതിക്രമം നടന്നു, പ്രതിഷേധിച്ച ആളുകളെ കയ്യേറ്റം ചെയ്തു, വലിയ മോശമായ നിലയിൽ അവരെ ആക്രമിച്ചു. പ്രത്യേകിച്ച് ആലപ്പുഴയിലേക്ക് ദൃശ്യം ഭീകരമായ മർദ്ദനമാണ് അവിടെ നടന്നത്, എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അങ്ങനെ പ്രതിഷേധിക്കുന്ന മനുഷ്യരെ മർദ്ദിക്കുക എന്നുള്ളത് അങ്ങേയറ്റം മോശമായ ഒരു പ്രതികരണമാവണമല്ലോ സ്വാഭാവികമായും ക്ഷണിച്ചു വരുത്തേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ അതിക്രമം തെറ്റാണ്, പ്രതിഷേധിച്ചവർക്ക് നേരെ ഈ തരത്തിലുള്ള സമീപനം ഞങ്ങളുടേതല്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ, പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നെങ്കിൽ, മുഖ്യമന്ത്രി ഈ ഏത് ദുരഭിമാനത്തിന്റെ പേരിലാണ് ഇത് ഞാൻ കണ്ടില്ല, ഇത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന സമീപനം സ്വീകരിക്കുന്നത് നിങ്ങളുടെ പൊതുജന സമ്മതിക്ക് തന്നെ ചേർന്നതാണോ എന്ന് പരിശോധിക്കണ്ടേ? ഞങ്ങളുടെ പൊതുസമ്മതിയൊക്കെയായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പലർക്കുമുള്ള ആശങ്കയൊക്കെ നമുക്ക് മനസ്സിലാവും. ഓവർ ടൈം പണിയെടുത്തുകൊണ്ട് പലരും ഞങ്ങൾക്ക് പൊതുസമ്മതി ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ ഇപ്പോൾ മാധ്യമങ്ങൾ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവിടെയുള്ള കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ലക്ഷ്യം എന്ന് മലയാളികൾക്ക് നന്നായി മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അല്ലാതെ പഴയ പല പാരമ്പര്യവും ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ആത്മഹത്യയും എന്ന് തുടങ്ങിയ മാധ്യമ പാരമ്പര്യത്തിൽ നിന്നാണ് കേരളം വരുന്നത്. അതുകൊണ്ട് ആശങ്കയും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഒരു കാര്യം, ഇവിടെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഒരു ബഹുജന പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തേക്ക് കുഴപ്പമുണ്ടാക്കാൻ വരുന്ന ആളുകൾ, ആ ആളുകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടായതാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ജനസമ്പർക്ക പരിപാടി നടന്നിരുന്നു. ഞങ്ങൾ അതിനിടയിൽ പോയി കരിങ്കൊടി കാണിക്കാൻ നിന്നിരുന്നു, അതിനിടയിൽ പോയി കുഴപ്പമുണ്ടാക്കാൻ നിന്നിരുന്നു. ഞങ്ങൾക്കേറെ പ്രതിഷേധം ഉണ്ടായിരുന്നല്ലോ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട്. ഇവിടെ ഇവർ പല കാര്യങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റു രീതിയിൽ ഇതിനെ വലിച്ചിഴക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. ആദ്യം ബഹിഷ്കരണാഹ്വാനം നടത്തി. ആ ബഹിഷ്കരണാഹ്വാനത്തെ കോൺഗ്രസ് തന്നെ UDF തന്നെ തള്ളിക്കൊണ്ട് അതിലേക്ക് പങ്കെടുക്കുന്നു. ആ സാഹചര്യം ഉണ്ടായത്. പിന്നെ ജ്യോതികുമാർ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആളുകളെയെല്ലാം ഭീഷണിപ്പെടുത്തിയൊക്കെ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞാൽ ഇത് കുറേ ആളുകൾ കേട്ടോണ്ടിരിക്കുന്നതാണെന്ന് സ്വയം മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ആരോടെങ്കിലും ഒരു ബൈക്ക് എടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ആരെയും കൊണ്ടുവരേണ്ട കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ 7.5 വർഷം മുമ്പ് കേരളം തകർത്തടിച്ച് വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, പൊതുമേഖലയാകെ ഇല്ലാതാക്കി, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ദുരിതവും എല്ലാമായിരുന്ന ഒരു കേരളത്തെ പുതുക്കി പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൈപിടിച്ചു കൊണ്ടുവന്ന് ഇന്ത്യയുടെ നെറുകയിലേക്ക് എത്തിച്ച ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ അണിനിരക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അതാണിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ BJP പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി മറുപടി പറയേണ്ടതുണ്ട്. ഒന്ന്, എത്ര എന്താണ് അവരുടെ സംസാരം കേട്ടാൽ തോന്നുക ഇങ്ങനെ വളരെ എന്താ പറയുക വേദവാക്യം പോലെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ട് സുഹൃത്തെ. അവിടെയാണ് പ്രതിഷേധിക്കുന്ന ആളുകളുടെ വീട്ടിലേക്ക് ബുൾഡോസർ പോയി വീടുകൾ തകർത്ത് കളയുന്ന ലോകത്തൊരിടത്തുമില്ലാത്ത UPയിലെ നിങ്ങളുടെ ഗവൺമെൻറ് കണ്ടിട്ടുള്ളതാണ്. പ്രതിഷേധിക്കുന്ന ആളുകളുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർക്കുന്ന കാഴ്ച ലോകത്തെവിടെയാണുള്ളത്? ഏത് ജനാധിപത്യത്തിലാണുള്ളത്? മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഉണ്ടായിരുന്നു. അവിടെ കത്തി നിന്ന കലാപം ഉണ്ടായിരുന്നു. ആ കലാപത്തെക്കുറിച്ച് ഒറ്റ അക്ഷരമിണ്ടാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി അമിത്ഷാ അവിടെ പോയിട്ട് ഒരു കൊട്ട വെച്ചതാണ്. ഇന്ത്യൻ സേനയുടെ 5000 തോക്കുകളാണ് കലാപകാരികൾ കൊണ്ടുപോയത്. എപ്പോഴാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് ഇന്ത്യക്ക്? ഇന്ത്യൻ സൈന്യത്തിൻ്റെ തോക്ക് പിടിച്ചു വാങ്ങാൻ പാകിസ്ഥാൻ സൈന്യത്തിന് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാനിലെ 1 ലക്ഷം പട്ടാളക്കാർ ഇന്ത്യൻ സൈന്യത്തിന്റെ മുന്നിൽ തോക്ക് വെച്ച് കീഴടങ്ങിയ അനുഭവമാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ പിടിച്ചു വാങ്ങിപ്പോയ അനുഭവം നിങ്ങളുടെ കാലത്താണ് ഉള്ളത്. അതെല്ലാം നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ സ്വീകരിച്ച ഗുജറാത്തിലെ കൂട്ടക്കൊലയും UPയിലെ കൂട്ടക്കൊലയും സമരക്കാരെ ഡൽഹിയിൽ കൈകാര്യം ചെയ്ത രീതിയും 700-ലധികം പേർ രക്തസാക്ഷികളായ കർഷക സമരവും അവസാനിപ്പിക്കാൻ സതീഷ്, പക്ഷേ എല്ലാ കാര്യം പറയുമ്പോഴും ഇത് കേരളമാണ് എന്നാണല്ലോ നിങ്ങളും പറയുക, നമ്മളൊക്കെയും പറയുക. ഇപ്പൊ ഉത്തർപ്രദേശിലെ ഉദർണപൂരിലൊക്കെ എന്ത് സംഭവിച്ചാലും ഇത് കേരളമല്ലേ? ഇത് കേരളമാണ് എന്ന കാര്യത്തിൽ ഒറ്റ മിനിറ്റ് അഭിലാഷ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് കേരളമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഈ പറയുന്ന പോലെ ഈ യൂത്ത് കോൺഗ്രസിനെയും പോലെയല്ല DYFIയും പുരോഗമന പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത്. അതാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാലയോട് ഞാൻ നേരത്തെ പറഞ്ഞത്. DYFIയുടെ മൊബിലൈസേഷൻ കപ്പാസിറ്റി എന്ത് എന്നും ബഹുജനങ്ങളെയും യുവജനങ്ങളെയും അണിനിരത്തുന്നത് എങ്ങനെയെന്നും
ഈ വരുന്ന ജനുവരി 20-ാം തീയതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേന്ദ്ര സർക്കാരിനെതിരെ എങ്ങനെയാണ് കേരളത്തിന്റെ വികാരം യുവജനങ്ങൾ ഉയർത്തുന്നത് എന്ന് ഡിവൈഎഫ്ഐ കാട്ടിത്തരും. ഈ വഴിയോരത്ത് വന്നതെന്ന് കണ്ടാൽ മതി. എങ്ങനെയാണ് എസ്എഫ്ഐ നടത്തിയ സമരവും ഞങ്ങളെ എതിർക്കുന്ന മാധ്യമങ്ങൾ പോലും എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് നമുക്കറിയാമല്ലോ. കേരളത്തിൽ മാത്രമല്ലോ, എന്തുകൊണ്ട് കന്യാകുമാരി മുതൽ കാശ്മീരം വരെ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞോട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തെ, പാലസ്തീൻ ഇഷ്യൂ ഉൾപ്പെടെ ഉണ്ടായപ്പോൾ ഡൽഹിയിൽ സമരം കണ്ടിട്ടില്ല. എവിടെയാണ് ഡൽഹിയിൽ നടത്തിയ യൂത്ത് യോഗത്തിൽ സമരത്തെ കുറിച്ച് ജ്യോതികുമാർ ചാമക്കാലയും പറയും? കഴിയില്ല. ഇസ്രായേൽ എംബസിയിലേക്ക് മാർച്ച് നടത്താൻ ഡിവൈഎഫ്ഐ ഉണ്ടായിട്ടുള്ളൂ, യൂത്ത് കോൺഗ്രസ് ഉണ്ടായിട്ടില്ല. കർഷക സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഇന്ത്യയിലെ ദേശീയ നേതൃത്വമായിട്ടുള്ള NSUവും നിങ്ങൾ ഡൽഹിയിലെ കാര്യം പറഞ്ഞല്ലോ. ഏതെങ്കിലും ഒരു സമരരംഗത്ത് ഏതെങ്കിലും ഒരു സമരരംഗത്ത് സാമ്രാജ്യത്വശക്തികൾക്കെതിരായി ഈ ബിജെപി ഗവൺമെന്റിനെതിരായി യൂത്ത് കോൺഗ്രസ് ഡൽഹിയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പറയണ്ടേ? എന്തായിരുന്നാലും ഫാർ ബെറ്റർ ആണ് അവിടുത്തെ ഇന്നത്തെ ക്രമസമാധാന നില. നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അവിടെ പ്രസൻസ് ഉണ്ടായിരുന്നതിനേക്കാളും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് യുപി യോഗി. എന്താണ് അവിടുത്തെ ക്രമസമാധാന നില? വളരെ നന്ദി. എനിക്ക് ഇത് കൂടുതൽ സമയമില്ല. വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.